കർത്താവിന് മഹത്വം. സൂമിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ സഹോദരിമാരെയും സ്നേഹത്തോടെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ക്രിസ്തുവേശുവിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയ സഹോദരിമാരെ, കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് നമ്മൾ ഫാമിലി ക്ലാസ് ആണ് ശ്രദ്ധിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആ ക്ലാസ്സില് സഹോദരിമാർക്ക് കുടുംബത്തിന്റെ വളർച്ചയിലും അതുപോലെ സഭയുടെ വളർച്ചയില്, സുവിശേഷ പ്രവർത്തനങ്ങളില്, തൃപ്തിയുള്ള ആത്മീയ ജീവിതം ജീവിക്കുന്നതില്, അതുപോലെ അവരുടെ ആരോഗ്യത്തിന്റെ മേഖലയിൽ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള വിവിധങ്ങളായിരിക്കുന്ന ധാരാളം ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കുവാനും പഠിക്കുവാനുമായിട്ട് നമുക്ക് കഴിഞ്ഞ ചില മാസങ്ങളിലൊക്കെ അങ്ങനെ കഴിഞ്ഞു. ഇന്ന് നമ്മൾ കേൾക്കുവാനായിട്ട് പോകുന്നത്, നമുക്ക് അങ്ങനെ ലഭിച്ചതെല്ലാം വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു. അതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ പിന്നെ ചിന്തിക്കുവാനായിട്ട് പഠിക്കുവാനായിട്ട് പോകുന്ന വിഷയം കുടുംബ ബന്ധങ്ങളിലെ അമ്മായി അമ്മ മരുമകൾ ബന്ധം എന്നതാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുവാനായിട്ട് പോകുന്നത്. ഈ മേഖല, ഈ പഠനം എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിരിക്കുന്ന ഒരു മേഖലയാണ് ഇത് എന്ന് നമുക്കറിയാം. പെട്ടെന്ന് പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുന്ന, പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്ന ഒരു മേഖല. എന്നാൽ നമുക്ക് കാണാം, നമ്മുടെ ചുറ്റുമുള്ള അനേക കുടുംബങ്ങൾ പിന്നെ വളരെ നല്ല ബന്ധങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് നല്ല ആസ്വാദികരമായിട്ടുള്ള ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നതും നമ്മൾ കാണാറുണ്ട്. എങ്കിലും സഭയില് വിശ്വാസികൾക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയും കുടുംബജീവിതത്തില് അമ്മായിയമ്മ മരുമകൾ ബന്ധത്തിന്റെ ഇടയില്, നാത്തുമാർ തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടയില് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ കുടുംബം സ്ഥാപിച്ചത് കർത്താവാണ്. അപ്പൊ അതോടൊപ്പം തന്നെ ഈ ഇൻലോസ് ബന്ധങ്ങളും ഒക്കെ ഉടലെടുത്തു എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ മേഖലയില് നമുക്ക് കർത്താവിൽ ആശ്രയിച്ച് ഈ ബന്ധങ്ങൾ ഇങ്ങനെ തകരുന്നത് മൂലം കുടുംബങ്ങളില് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുകയും ആളുകൾ വളരെ ഡിപ്രഷനിലും ടെൻഷനിലും ഒക്കെ ആയി മുന്നോട്ട് പോകുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അപ്പൊ എങ്ങനെ നമുക്ക് ഈ മേഖലയില് എന്തൊക്കെ മാറ്റങ്ങൾ ആവശ്യമാണ്, അല്ലെങ്കിൽ എങ്ങനെ സമാധാനത്തോടെ ആശ്വാസത്തോടെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്നുള്ള ചിന്തകൾ ഇന്നത്തെ ക്ലാസ് വഴി നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. നമുക്ക് ഇന്ന് ഇങ്ങനെ ഈ ക്ലാസ് ലഭിക്കുന്നത് മൂലം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തുവാനായിട്ട് നമ്മൾക്ക് സാധിക്കട്ടെ. കർത്താവിൽ ആശ്രയിച്ച് ഒരു രൂപാന്തരം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് ശ്രദ്ധിക്കുവാനായിട്ടിരിക്കാം. ഒരു പുതിയ തുടക്കമിടുവാൻ, ഹൃദയത്തില് പ്രശ്നങ്ങൾ മൂലം അസ്വസ്ഥരായിരിക്കുന്നവർക്ക് ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുവാനായിട്ട് ഒക്കെ ഈ ക്ലാസ് മൂലം അങ്ങനെ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് ക്ലാസ് എടുത്തു തരുന്നത് ബീന അലക്സ് സഹോദരിയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അവരുമാര് പ്രാർത്ഥിച്ചതുപോലെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മൾ ഒന്നിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ബൈബിളില് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അമ്മായിയമ്മ മരുമകൾ എന്നുള്ള വാക്കുകളൊക്കെ വളരെ ചുരുക്കം സ്ഥലങ്ങളിലേ നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. മത്തായി സുവിശേഷം 8:14 പത്രോസിന്റെ അമ്മാവിയമ്മയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മത്തായി സുവിശേഷം തന്നെ 10:34-35 വാക്യങ്ങളില് നമ്മള് അമ്മാവിയമ്മയെ മരുമകളോട് ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുള്ളത് അതൊരിക്കലും അതൊരു കുടുംബത്തിലുണ്ടാകുന്ന നോർമലായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടല്ല, മറിച്ച് സുവിശേഷം നിമിത്തം കർത്താവിന്റെ നിമിത്തം പ്രശ്നമുണ്ടാവാനുള്ള, അങ്ങനെ സുവിശേഷം നിമിത്തം ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത മാത്രമേ അവിടെ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 12:53 അങ്ങനെയാണ് പറയുന്നത്. പിന്നീട് ഒരു പരാമർശമുള്ളത് മീഖയുടെ പ്രവചനം 7:6 വാക്യത്തിലാണ്. അപ്പൊ നമ്മള് അങ്ങനെ ബൈബിളിൽ അധികം പരാമർശങ്ങളില്ലെങ്കിൽ പോലും നമുക്ക് നല്ല ഒരു അമ്മാവിയമ്മ മരുമകൾ ബന്ധത്തെ നല്ല നിലയിൽ ചിത്രീകരിച്ചു തന്നിട്ടുള്ള ഒരു പുസ്തകം തന്നെ ബൈബിളിലുണ്ട്, രൂത്തിന്റെ പുസ്തകം. അവിടെ നമുക്ക് നല്ല ഒരു മാതൃകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തില് നമുക്കറിയാം വളരെ ചർച്ച ചെയ്യപ്പെടുന്നതും അതുപോലെ തന്നെ വളരെ ആനുകാലിക പ്രാധാന്യമുള്ളതായിട്ടുള്ള ഒരു വിഷയമാണ് ഈ അമ്മായിമ്മ മരുമകൾ.
അല്ലെങ്കിൽ മിക്കവാറും അത് നമ്മൾ കേൾക്കുമ്പോൾ അമ്മായിയമ്മ മരുമകൾ എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു അന്യോന്യം ഏറ്റുമുട്ടുന്ന മുഖങ്ങളാണ് നമുക്ക് മിക്കവാറും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അത് നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയതും നമുക്ക് ചിലർക്ക് എങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ളവരും ഒക്കെ ആയിരിക്കാം. എന്നാൽ ലോകത്തിലെ ഇങ്ങനെയുള്ള അമ്മായിമ്മ മരുമകൾ ബന്ധത്തെ കുറിച്ച് വ്യക്തമാക്കുന്ന ഒരു പഴഞ്ചൊല്ലി ഞാൻ ഇങ്ങനെ കാണാനിടയായി. അമ്മായിമ്മ പൊട്ടിച്ചാൽ മൺകുടം, മരുമകൾ പൊട്ടിച്ചാൽ പൊൻകുടം എന്ന് പറഞ്ഞാൽ ഒരേ കാര്യം തന്നെ അമ്മായിമ്മയുടെ കയ്യിൽ നിന്ന് വന്നാലും മരുമകളുടെ കയ്യിൽ നിന്ന് വന്നാലും അതിന് കൊടുക്കുന്ന മാനം രണ്ടു തരമാണ്. അതാണ് അപ്പം അവർ തമ്മിലുള്ള ആ ബന്ധത്തിലെ ഒരു പ്രശ്നം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അപ്പം ഇങ്ങനെ പരാമർശങ്ങൾ അധികം ഇല്ലെങ്കിലും നമുക്കറിയാം ബൈബിളില് നമുക്ക് നല്ലൊരു മാതൃകയാണ് തന്നിട്ടുള്ളതെങ്കിലും നമുക്കിടയിലും ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണല്ലോ ദൈവം ഇങ്ങനെ ഒരു ക്ലാസ് ക്രമീകരിക്കാനായിട്ട് ഇടയായതിന്റെ കാരണം എന്ന് പറയുന്നത്. നമുക്കറിയാം വിവാഹം ഒരു കുടുംബത്തിന്റെ പിറവിയാണ്. അതായത് ഒരു കുടുംബം രൂപപ്പെടുന്നത് വിവാഹത്തിലൂടെയാണ്. അപ്പൊ രണ്ട് വ്യത്യസ്ത കുടുംബങ്ങള്, അതിൽ വളർത്തപ്പെട്ട രണ്ട് വ്യത്യസ്ത വ്യക്തികളാണ് മിക്കവാറും ആ കുടുംബത്തിലേക്ക് ചേർന്ന് വരുന്നത്. അപ്പം ഈ ബന്ധം ആസ്വാദികരമാകണമെങ്കിൽ, ഒരു പുതിയ കുടുംബത്തിന്റെ ബന്ധം ആസ്വാദികരമാകണമെങ്കിൽ നമുക്കറിയാം ആദ്യമുള്ള ബന്ധങ്ങള് എന്തായാലും ഒന്ന് പുനർക്രമീകരിക്കുകയൊക്കെ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് എന്ന് നമുക്ക് അറിയാം. സാധാരണയായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാല് അമ്മാവിയമ്മയും മരുമകളും ഒക്കെ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന മേഖലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. പൊതുവിൽ പറയുകയാണെങ്കിൽ ഈ അമ്മ ഒരു മോളൊരു തന്റെ ഒരു കുടുംബത്തിലെ മകൻ വിവാഹം കഴിച്ച് ഒരു മകള് വീട്ടിലേക്ക് വരുന്നു. അതാണല്ലോ മരുമകള്. അപ്പോൾ അമ്മയുടെ സ്ഥാനം അമ്മാവിയമ്മയായിട്ട് മാറുന്നു. അപ്പോ ആ സമയത്തൊരു പ്രശ്നം ഉണ്ടാകേണ്ട ആവശ്യങ്ങളൊന്നും ഉണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ എപ്പോഴും പ്രശ്നം ഉണ്ടാവണം നിർബന്ധമില്ല. എങ്കിലും സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അധികാരം സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ്. കാരണം ഒരു വീട്ടുകാര്യങ്ങൾ നമുക്കറിയാം, ഭവനത്തിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് ആ ഭവനത്തിലെ അമ്മ അല്ലെങ്കിൽ ഭാര്യയാണ്. ആ നിലയിൽ ആ വീടിന്റെ നിയന്ത്രണങ്ങളും കാര്യങ്ങളും മിക്കവാറും ആ സഹോദരിയിലായിരിക്കാം അല്ലെങ്കിൽ ആ അമ്മയിലായിരിക്കാം. അപ്പോ അവിടേക്ക് കടന്നു വരുന്ന ആ പെൺകുട്ടിയെ സംബന്ധിച്ച് അവര് തമ്മില് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള മേഖലകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അവരുടെ നിലവിലുള്ള ഞാൻ ഇത്രയും നാൾ, അതായത് മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും അമ്മ ആയിരുന്നു മകൻ എല്ലാ കാര്യങ്ങളും, അല്ലെ? മകന് വേണ്ട കാര്യങ്ങൾ, അവന് ഒരു കാപ്പി വേണമെങ്കിൽ അമ്മയോട് ചോദിക്കും, അല്ലെങ്കിൽ എങ്ങോട്ടേലും പോവാണെങ്കിൽ അമ്മയോട് പറയും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മയോട് ബന്ധപ്പെട്ട് ചെയ്തിരുന്ന ആളാണ് മകൻ. അപ്പൊ പുതിയ ഒരാൾ വന്നു കഴിയുമ്പോഴത്തേക്കും അവൻ എല്ലാ കാര്യങ്ങളും ആരോടാണ് പറയുന്നത്? സ്വാഭാവികമായിട്ടും അവന്റെ ഭാര്യയോടാണ് പറയുന്നത്. അങ്ങനെ ആ ഭാര്യയോട് പറയുന്നതായ സമയത്ത് അമ്മയ്ക്ക് ചിലപ്പം അതങ്ങനെ തോന്നിപ്പോകണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഞാൻ ആദ്യം നമ്മൾ ഈ പ്രശ്നം ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചൊന്ന് പറഞ്ഞ് പരാമർശിച്ചു പോകുന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ അവര് രണ്ട് ഏജിലുള്ള ആളുകളാണ്, രണ്ട് കുടുംബത്തിൽ നിന്നുള്ള ആളുകളാണ്, രണ്ട് സംസ്കാരത്തിൽ വളർത്തപ്പെട്ട ആളുകളൊക്കെയാണ്. അപ്പൊ അവരൊന്നിച്ച് ഒരു ഭവനത്തിലേക്ക് വരുമ്പോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായേക്കാം, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഉള്ളത് എന്നാന്ന് ചോദിച്ചാൽ രണ്ട് തലമുറകളാണ്, അല്ലെ? തലമുറകൾ തമ്മിൽ നമുക്കറിയാം അവരുടെ മൂല്യങ്ങളിൽ വ്യത്യാസമുണ്ട്, അവരുടെ കമ്മ്യൂണിക്കേഷൻ രീതിയിൽ, ആശയവിനിമയ രീതിയിൽ വ്യത്യാസങ്ങളുണ്ട്. അത് ചിലപ്പോൾ എന്തിനു സാധിക്കാം, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഒരു ധാരണാപിശക് ഉണ്ടാവാനുള്ള ഒരു സാധ്യത വരാം. അതുപോലെ തന്നെ എപ്പോഴും നമുക്കറിയാം ഒരു വിവാഹമൊക്കെ ആലോചിച്ച് അതില് ഒരു ഭയങ്കര പ്രതീക്ഷകളോടുകൂടിയാണ് രണ്ടു കൂട്ടിനും, അതായത് അമ്മാവിയമ്മയും, അതായത് അത് ഒരു പറയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ ചില എക്സ്പെക്ടേഷൻസ്, ചില പ്രതീക്ഷകൾ ഉണ്ടാവും. അപ്പൊ ഈ പ്രതീക്ഷകള് നമ്മൾ രണ്ടു കൂട്ടർക്കും ഉണ്ടാവാം, അമ്മാവിയമ്മയ്ക്കും ഉണ്ടാവാം, മരുമകൾക്കും ഉണ്ടാവാം. അപ്പൊ അവര് ആ പ്രതീക്ഷകൾ നടക്കാതെ വരുമ്പോൾ ചിലപ്പോൾ എന്തിനുള്ള സാധ്യതയുണ്ട്, അവിടെ ഏറ്റുമുട്ടലുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോ ആ മേഖലയിൽ, അതായത് ഈ പ്രതീക്ഷകൾ പരസ്പരമായിട്ട് പറയുന്നുമില്ല, പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായിട്ട് സംഭവിക്കുമ്പോൾ അവിടെ ഒരു പ്രയാസം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതും ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ നിർബന്ധമില്ല, അങ്ങനെ പ്രശ്നം ഉണ്ടായിക്കൊള്ളണമെന്നില്ല.
അതുപോലെ തന്നെ ഈ മകന്റെ മേല് ഇപ്പോ ഇത്രയും നാൾ അമ്മ മകൻ എന്നുള്ളതൊരു വൈകാരിക ബന്ധമായിരുന്നു. മകന്റെ മേലെല്ലാ കാര്യങ്ങളും അമ്മയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ മകൾ വന്നു കഴിഞ്ഞപ്പം മകളോടാണ് അല്ലെങ്കിൽ അവന് കൂടുതൽ നേരെ സമയം ചെലവഴിക്കുന്നു, അല്ലെങ്കിൽ മകള് പറയുന്ന കാര്യങ്ങളായിരിക്കാം അവൻ അംഗീകരിക്കുന്നത്. അങ്ങനെ വരുമ്പം ആ ഒരു അവര് തമ്മിലൊരു കോമ്പറ്റീഷൻ, അങ്ങനെ ഒരു മത്സരം ഉണ്ടാവാനുള്ള ഒരു സാധ്യത വേണേ വരാം. ഇങ്ങനെയൊക്കെയുള്ള മേഖലകളാണ് സാധാരണയായിട്ട് പ്രശ്നങ്ങൾ വരാനുള്ള ഒരു മേഖലകൾ. ഇങ്ങനെയൊക്കെ കൊണ്ട് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ കുറച്ചുകൂടെ പ്രായോഗികമായിട്ട് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എങ്ങനെ പറയാൻ പറ്റും? ഇനിയിപ്പോ ഇവര് രണ്ടുപേരും ഒരു വീട്ടിലല്ല, രണ്ട് വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അമ്മാവിയമ്മ ഒരു ദിവസം ആ മകന്റെ വീട്ടിലേക്ക് ഒരു അറിയിപ്പും കൂടാതെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു പ്രശ്നത്തിന് കാരണമാകാം. അതുപോലെ മിക്കവാറും ഒന്നിച്ച് ജീവിക്കുകയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഏതാണെങ്കിലും ഈ പേരൻസും മരുമക്കളും തമ്മിൽ, അമ്മാവിയമ്മയും മരുമകളും തമ്മിൽ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയുള്ള ഒരു മേഖല എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യത്തിലാണ്. അവര് അതുപോലെ തന്നെ വീട്ടുജോലികൾക്ക് വേണ്ടിയുള്ള അനാവശ്യമായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ചെയ്തതുപോലെ തന്നെ അവർ ചെയ്യണം എന്ന് ചിലപ്പോൾ നമ്മൾ വാശി പിടിച്ചാൽ അതൊരു പ്രശ്നത്തിന് കാരണമാകാം. അപ്പോ അങ്ങനെ വീട്ടുജോലികൾ ചെയ്യുന്നോ, കുട്ടികളെ വളർത്തുന്ന കാര്യങ്ങളോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ അച്ചടക്കം സംബന്ധിച്ചോ ഒക്കെ സംസാരിച്ച് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ ഈ കുടുംബം നടത്തിക്കൊണ്ട് നമ്മളൊരു പാറ്റേണിലായിരിക്കും പോകുന്നത്. ഓൾറെഡി ആ മകന്റെ കുടുംബം അല്ലെങ്കിൽ അമ്മാവിയമ്മ ഒരു രീതിയിൽ, ഒരു പാറ്റേണിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും, ഒരു പരമ്പരാഗത രീതിയിൽ. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ആധുനിക രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വരുന്ന ആളുകളാണ്. അപ്പൊ അത് തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള, അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവാൻ ചിലപ്പോൾ ഒരു സാധ്യത വരുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിലുകൾ സംബന്ധിച്ച്, ചെയ്യുന്ന തൊഴിൽ സംബന്ധിച്ചോ മാത്രം നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ആ മകന്റെ ജീവിതത്തിൽ ഒരു പ്രധാന സ്ത്രീ എന്ന പദവി നഷ്ടപ്പെടുമോ, അതൊരു സൈക്കോളജിക്കൽ വശമാണ് അതിനെ കുറിച്ച് പറയുന്നത്. എല്ലാവർക്കും അങ്ങനെ ഒരു സൈക്കോളജിക്കൽ പ്രശ്നം ഉണ്ടായിക്കൊള്ളുന്നില്ല. എൻ്റെ ആ മകനുള്ള, എൻ്റെ മകന്റെ ഉള്ളിൽ നിന്ന് എൻ്റെ സ്ഥാനം അങ്ങനെ പോകുമോ എന്ന് ഉള്ള ഒരു തോന്നൽ വരാം. അതുപോലെ തന്നെ നമുക്കറിയാലോ, തലമുറകൾ തമ്മിലുള്ള വിടവ്, ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുമ്പം അതൊരു നമ്മളിപ്പോ പറഞ്ഞതാണ്. അപ്പം ആ ജനറേഷനുകൾ തമ്മിലുള്ള മൂല്യങ്ങള്, രീതികള്, ഇപ്പൊ നമുക്കറിയാം പണ്ട് കാലത്ത് നമ്മള്, അല്ലെങ്കിൽ പണ്ടെന്ന് പറയേണ്ട ഒരു 30 വർഷം മുമ്പ് അതിന് ഇങ്ങോട്ടൊക്കെ ഉള്ള ആളുകളായിരിക്കുമല്ലോ ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളായിട്ട് പോകുന്നത്. അപ്പൊ ആ 30 വർഷം മുമ്പ് അല്ലെ 25 വർഷം മുമ്പുള്ള രീതികളല്ല ഇന്നുള്ളത് തീർച്ചയായിട്ടും. അപ്പം അതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നതിനും മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ അമ്മാവിയമ്മ പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു താല്പര്യമായിരുന്നു, ഞാൻ ഇങ്ങനെയായിരുന്നു ഉദ്ദേശിച്ചത്, ഇപ്പൊ മോള് പറഞ്ഞു ഞാൻ ഇങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചില കോൺഫ്ലിക്റ്റുകൾ വരാനുള്ള സാധ്യതകൾ നമുക്ക് വന്നേക്കാം. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള മേഖലകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. അപ്പൊ നമുക്കറിയാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ വരാതിരിക്കാനായിട്ട് നമ്മുടെ ഇടയിൽ വാസ്തവത്തിൽ പ്രശ്നം ഉണ്ടാവരുത്. ഒന്ന് പൊരുന്ന ലേഖനം 6:7 പറയുന്നതാണ്, നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു, അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത് എന്ത്, നഷ്ടം ഏറ്റുകൊള്ളാത്തത് എന്തെന്നാണ്. സഹോദരൻ സഹോദരനോട് എന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മാവിയമ്മയും മരുമകളും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കോണ്ടസ്റ്റിൽ രണ്ടുപേരും ആരാണ്? സഹോദരങ്ങളാണല്ലേ. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്നത് നമ്മുടെ ഇടയിൽ അങ്ങനെ വരാൻ പാടില്ല എന്നാണെങ്കിൽ നമുക്ക് അറിയാം, നമുക്ക് അത് മുഴുവനൊന്നും നമുക്ക് അങ്ങനെ ഒഴിവാക്കി കളയാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്നാല് നമുക്കറിയാം, അതുപോലെ തന്നെ ഈ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ബന്ധങ്ങളെല്ലാം വളരെ വഷളായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, രൂത്തിന്റെ പുസ്തകത്തിൽ നമ്മുടെ ഈ ഒരു കാര്യത്തെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന പുസ്തകമാണല്ലോ രൂത്തിന്റെ പുസ്തകം. രൂത്തിന്റെ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ന്യായാധിപന്മാര് ന്യായപാലനം ചെയ്ത കാലത്തെ ഒരു സംഭവമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ആ കാലഘട്ടത്തില് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും അത് വ്യക്തമാക്കുന്ന ഒരു വാക്യം നമുക്കറിയാം. അതിൽ പല പരാമർശങ്ങളുണ്ടെങ്കിലും അതിന്റെ ന്യായാധിപന്മാരുടെ പുസ്തകം 21-25 വായിക്കുന്നത്, ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു, ഓരോരുത്തരും തനിക്ക് ബോധിച്ചതുപോലെ നടന്നു. അപ്പം കാലം നോക്കിയാല് നമ്മൾ വിചാരിക്കും ഇന്ന് മാത്രമേ ഇങ്ങനെ പാപങ്ങളുള്ളൂ, പാപം പെരുകിയ കാലം ഇന്നേ ഉള്ളൂ എന്ന്. അങ്ങനെയില്ല കേട്ടോ ഒരിക്കലും. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം
അതിക്രമം കൊണ്ട് വഷളായ ഒരു ഭൂമിയെയാണ് നമ്മൾ അവിടെ കാണുന്നത്. അങ്ങനെ കർത്താവ് യഹോവയായ ദൈവം ആ ഭൂമിയെ നശിപ്പിച്ചു കളയാനായിട്ട് തീരുമാനിച്ചു എന്നാണ്. അപ്പൊ നമുക്കറിയാം ഈ അതിക്രമങ്ങളും വഷളത്വങ്ങളും ഒക്കെ എല്ലാ കാലത്തും ഉണ്ട്. എന്നാൽ ആ കാലഘട്ടത്തിലെ രൂത്തിന്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വേറിട്ട് നിൽക്കുന്ന, ദൈവമക്കൾക്ക് ഏതൊരു കാലഘട്ടത്തിലും ദൈവത്തിന്റെ കരുതലും ദൈവത്തിന് വേണ്ടി സാക്ഷ്യത്തോടെ നിൽക്കാനുള്ള സാഹചര്യങ്ങളും എല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പുസ്തകമാണ് നമുക്ക് രൂത്തിന്റെ പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വിവാഹം എന്ന് പറഞ്ഞാല് ഒരു കുടുംബത്തിന്റെ പിറവിയാണ്. അപ്പം നമുക്ക് നോക്കാം, ആ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം, അമ്മാവിയമ്മയും മരുമകളും തമ്മില് പ്രശ്നങ്ങള് വരുന്ന മേഖലകൾ നമുക്ക് അതിന്റെ പരിഹാരങ്ങളോട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളെ ഞാൻ ഇത്രയും കുറച്ച് പറഞ്ഞങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മള് ഈ പ്രശ്നങ്ങൾ, അതായത് ഇപ്പൊ നമുക്ക് ചിലപ്പോൾ എന്നെ കേൾക്കുന്ന ആളുകൾക്ക് അമ്മാവിയമ്മയും മരുമോളും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവില്ല. ചിലർ അമ്മാവിയമ്മമാരാകാൻ പോകുന്നതേ ഉള്ളായിരിക്കാം, ചിലര് മരുമക്കളാവാനായിട്ട് പോകുന്നവരായിരിക്കാം. അപ്പം നമ്മള് മുന്നമേ ആ കാര്യങ്ങളെ കേട്ടിരുന്നാൽ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ പറ്റും. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ നമുക്ക് ആ പരിഹാരങ്ങളിൽ പറഞ്ഞു പോകുന്നതൂടെ നമുക്ക് കുറച്ചുകൂടി പ്രശ്നങ്ങളെ മനസ്സിലാക്കി പോകാം. നമ്മൾ പറഞ്ഞു, ഈ അമ്മാവിയമ്മയും മരുമകളുടെ ഇടയ്ക്ക് വരുന്ന മറ്റൊരാളാണ് നാത്തൂൻ. അതായത് ഒരു വീട്ടിലൊരു 3-4 അംഗങ്ങളുണ്ട്, അതിൽ 2 പെണ്ണുങ്ങളും 2 ആണുങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മൂത്ത മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുമ്പോ അവൾ അമ്മയെ കൂടാതെ 2 നാത്തൂന്മാരുണ്ട് അല്ലെ. ഈ നാത്തൂന്മാരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും എളുപ്പം അവരുടെ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു പെൺകുട്ടിയായിരിക്കാം വിവാഹം കഴിച്ചു വീട്ടിലേക്ക് വന്നത്. അവളുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൽ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാല് അമ്മാവിന് സ്വതവേ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ പെൺകുട്ടികളും അതിന്, കാരണം അമ്മയുടെ മക്കളാണല്ലോ, അങ്ങനെ അവരുടെയും ഇടപെടൽ ചിലപ്പം ഈ കുടുംബ ബന്ധത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അമ്മാവിയമ്മയും മരുമകളും നാത്തൂനും, അപ്പം ഈ നാത്തൂന്മാർക്കും നല്ല കോൺട്രിബ്യൂഷനും കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ മോശം കോൺട്രിബ്യൂഷനും കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ചിലപ്പം ഈ അമ്മാവിയമ്മ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി മക്കളെ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ നാത്തൂന്മാരെ ആയിരിക്കാം ഉപയോഗിക്കുന്നത്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ നമുക്ക് മുൻകാണാം. എന്നാലും നമുക്കറിയാം, ഇങ്ങനെയുള്ള ഈ പ്രശ്നങ്ങള് വിവാഹ ബന്ധത്തില് ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ കുടുംബ ജീവിതങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ പറഞ്ഞു, ഒരു വിവാഹത്തോടു കൂടിയാണ് ഒരു കുടുംബം പിറവിയെടുക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു കുടുംബമാണ്, അതിൽ നിന്നൊരു വ്യക്തിയും മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയും ചേർന്നിട്ട് ഒരു പുതിയ കുടുംബം രൂപപ്പെടുകയാണ്. അപ്പൊ നമുക്ക് ചെയ്യേണ്ട പ്രധാന കാര്യം, അതായത് അതുകൊണ്ട് ഇങ്ങനെ അമ്മാവിയമ്മ മരുമകൾ പ്രശ്നം ഉണ്ടാകാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നത്തിന് ഇട കൊടുക്കാതിരിക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു പുതിയ കുടുംബമാണ്. അപ്പൊ ആ ഒരു പുതിയ കുടുംബം വന്നപ്പോ നമ്മുടെ ആ 2 കുടുംബം, അതായത് 2 വ്യക്തികൾ ചേർന്ന് രൂപപ്പെടുത്തിയ ആ പുരുഷനും ആ പെൺകുട്ടിയും, ആ യുവതിയും ആ യുവാവും തമ്മിൽ ചേർന്ന് രൂപപ്പെടുത്തിയ കുടുംബം, അവർക്കും അതുപോലെ തന്നെ അവർ വന്നു ചേർന്ന കുടുംബത്തിനുമെല്ലാം നമ്മുടെ ആ കുടുംബ ബന്ധങ്ങളിൽ ഒരു പുനർക്രമീകരണം. ഒന്നാമതായിട്ട് നമുക്ക് പറയാം, അമ്മാവിയമ്മ മരുമകൾ അല്ലെങ്കിൽ നാത്തൂൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ പുനർക്രമീകരിക്കുക. ഇപ്പൊ ദൈവത്തിന്റെ വചനം നമുക്കറിയാം, കുടുംബം സ്ഥാപിച്ച സമയത്ത് തന്നെ ദൈവം ആ കാര്യങ്ങളെ നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. നമുക്ക് 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാവും. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം, അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഏകദേഹമായി തീരും. അപ്പോ അതാണ് ഈ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ. ഇപ്പം എന്റെ മകനാണെങ്കിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ എന്റെ മകൻ വിവാഹം കഴിച്ചു. അപ്പോ ആ കുടുംബത്തിൽ നടക്കേണ്ട കാര്യം എന്താണ്? അവിടെ ഒരു പുനർക്രമീകരണം വേണം. അതായത് ഈ പുരുഷൻ, എന്റെ മകൻ, ഞങ്ങൾ അപ്പനെയും അമ്മയെയും വിട്ടിട്ട് അവന്റെ ഭാര്യയോട് പറ്റിച്ചേരണം. അതാണ് വിവാഹത്തോടെ ആ മാതാപിതാക്കൾ ഒരുമിച്ചുള്ളത്. ഇപ്പൊ ചില സമയത്ത് നമ്മുടെ ഈ ഇന്ത്യയില് ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ചിന്തിക്കുന്ന കാര്യം ഒരു ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പൊ ഈ കല്യാണം കഴിച്ചു വന്നു ഉടനടി അങ്ങോട്ട് മാറുക, അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് ചിലപ്പോൾ സാമ്പത്തിക കാര്യങ്ങളുണ്ടാവാം. ചിലപ്പം നമ്മുടെ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നമ്മുടെ ഉള്ളില് അവൻ അപ്പനെയും അമ്മയും എല്ലാം വിട്ടു പോകുന്നു എന്നുള്ളത്.
പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, മിക്കവാറും മക്കളൊക്കെ ഒരു +2 കഴിയുമ്പോൾ തന്നെ വീടുകളിൽ നിന്ന് മാറുകയും അവർ പഠനം കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ ആയി മിക്കവാറും ആ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ പഴയതിലും എളുപ്പമാണ് നമുക്ക് ഈ കാര്യം ചെയ്യാനായിട്ട്. ഇനിയിപ്പോ ഒരു വീട്ടിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ പോലും ഈ ഒരു കുടുംബത്തെ എങ്ങനെ കരുതണം? അതൊരു പുതിയ കുടുംബമാണ്. അപ്പം ഇത് ഒരു ഭാഗത്ത് മാത്രം ഈ ക്രമീകരണം ഉണ്ടായാല് പോരാ. ഇതിലെ പല പല ബന്ധങ്ങളെ ക്രമീകരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പം ഈ ഒന്നുകിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ മകന് ആ കുടുംബത്തിൽ നിന്ന് അവന് മാറി വേറെ താമസിക്കാം. അല്ലെങ്കിൽ ആ വീട്ടിൽ തന്നെ താമസിക്കുന്നു എങ്കിൽ അവന്റെ കുടുംബത്തെ നമ്മള് മാതാപിതാക്കൾ അവന്റെ കുടുംബത്തിൽ ഇടപെടാതെ ആ മകനെയും മരുമകളെയും അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം പലപ്പോഴും ഈ ഒരു ഇതില് വരുന്ന ഏറ്റവും പ്രധാനമായ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അമ്മയും മകനും തമ്മിൽ എന്തുണ്ട്, ഒരു വൈകാരിക ബന്ധം കൂടുതലാണ്. അപ്പനും മകനും തമ്മിലുള്ളതിനേക്കാൾ അമ്മയും മകനും തമ്മിൽ ഒരു വൈകാരിക ബന്ധമുണ്ട്. അപ്പൊ ആ വൈകാരിക ബന്ധം വിട്ടുപിരിയാനായിട്ട് നമ്മള് എന്ത് ചെയ്യണം? അമ്മമാരും ഒരുങ്ങണം, അതുപോലെ ആ മകനെയും ആ പക്വതയിലേക്ക് വളർത്തുക എന്നുള്ളതാണ് നമുക്ക് മുന്നമേ ചെയ്യും. പലപ്പോഴും ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, മക്കൾക്കൊക്കെ വിവാഹം ആലോചിച്ചുറപ്പിച്ചു കഴിയുമ്പം സഹോദരിമാരൊക്കെ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ വിഷയം പറയും, സഹോദരങ്ങളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ മകന്റെ വിവാഹം കഴിയുമ്പോൾ എനിക്കൊരു നല്ല അമ്മാവിയമ്മയായിട്ടിരിക്കാൻ എന്നെ സഹായിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് സഹോദരിമാർ പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് ഞാനത് പറയുന്നത് അങ്ങനെയുള്ള ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നവർക്ക്, അത് പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ ആ അമ്മാവാൻ പോകുന്ന അമ്മമാർക്കും എല്ലാം പ്രയോജനമായിട്ട് വരാനാണ് ഞാൻ ഈ നിലയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഒരു പുനർക്രമീകരണം, കുടുംബത്തിൽ ഒരു മാറ്റം, അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ഇതായിട്ട് പോകാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ വേർപിരിയല്, പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറയുന്നത് പോലെ തന്നെ പെൺകുട്ടിയെ സംബന്ധിച്ച് എന്ത് വേണം? സ്ത്രീയുടെ കാര്യത്തിൽ അവൾ എന്തിനായിട്ട് ഒരുങ്ങണം? തന്റെ മാതാപിതാക്കളെ വിട്ട് ഒരു കുടുംബത്തിന്റെ മാതൃഭാവം അല്ലെങ്കിൽ ഒരു കുടുംബിനിയായി തീരാനുള്ള കാര്യങ്ങളെ ഏറ്റെടുക്കാനുള്ള ഒരു പക്വത ആ പെൺകുട്ടിക്കും ആവശ്യമാണ്. നമ്മൾ സങ്കീർത്തനം 45:10 വായിക്കുന്ന, അല്ലയോ കുമാരി കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും, അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. അപ്പോ ഇങ്ങനെയുള്ള ഈ ഒരു ഒരുക്കം, ഒരു പക്വതയിലേക്ക് ആ പെൺകുട്ടിയും ഈ ഒരു പക്വതയിലേക്ക് ആൺകുട്ടിയും, അതുപോലെ തന്നെ നമ്മൾ മാതാപിതാക്കളും, രണ്ടു കൂട്ടരുടെയും മാതാപിതാക്കളും. അതായത് മിക്കവാറും ആ പെൺകുട്ടി ആ വീട്ടിൽ അങ്ങനെ വളരെ സ്വാതന്ത്ര്യമൊക്കെ അനുഭവിച്ച് അങ്ങനെ ജീവിച്ചു വന്ന ആളായിരിക്കാം. ഇവിടെയും ഈ മകനും ഒരു പെറ്റായിട്ടൊക്കെ ജീവിച്ച ആളായിരിക്കാം. പക്ഷെ അതിനുശേഷം ഞാനത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാനിങ്ങനെ എനിക്ക് അറിയാവുന്ന ഒരു പെൺകുട്ടി എന്നോട് ഒരു ദിവസം പറഞ്ഞു, ആന്റി, എന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം കോളേജിൽ പോയി ഫൈനൽ ഇയർ ആണ്. അപ്പോ ഒരു ദിവസം രാവിലെ എന്നെ എഴുന്നേറ്റിട്ട് നിന്നെ കാണാൻ ഒരു ചെറുക്കം വരും. വിശ്വാസികളുടെ ഇടയിലുള്ള കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്, പുറത്തല്ല. അപ്പോ അതുകൊണ്ട് യാതൊരു ഐഡിയയും അവള് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് പല പല പ്രയാസങ്ങള് ഫേസ് ചെയ്തതായിട്ട് വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുവരെയും ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു കാര്യങ്ങൾ പോലും ചെയ്ത് ശീലിച്ചിട്ടില്ല. അതുപോലെ തന്നെ എന്ത് പറയണ്ടോ, ആ പെൺകുട്ടി വിവാഹം കഴിച്ച ആളും ഇങ്ങനെ വളരെ വൈകാരിക ബന്ധം മാതാവിനോട് ഉണ്ടായിരുന്ന ആള്. അപ്പം സ്വാഭാവികമായിട്ടും അവര് തമ്മിലുള്ള വിവാഹ ബന്ധത്തിന് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പം നമുക്ക് ഇവിടെ ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേറൊരു വാക്യത്തിലേക്ക് പോകാം. സങ്കീർത്തനങ്ങൾ 127 എല്ലാവർക്കും നന്നായി അറിയാവുന്ന സങ്കീർത്തനമാണ്. സങ്കീർത്തനങ്ങൾ 127 1 മുതൽ 5 വരെ. നമുക്ക് മുഴുവൻ വാക്യങ്ങൾ വായിക്കേണ്ട, അതൊക്കെ എല്ലാവർക്കും മനഃപ്പാഠം അറിയാവുന്ന സങ്കീർത്തനമാണല്ലോ. അവിടെ പറയുന്ന കാര്യമുണ്ട്, യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്ന എന്താണ്? മക്കൾ യഹോവ നൽകുന്ന അവകാശം, അവൻ നൽകുന്ന പ്രതിഫലം, ദൈവത്തിന്റെ ദാനമാണ് മക്കൾ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ബോധ്യം, നമ്മള്
ഈ മക്കളുടെ വിവാഹ സമയമാകുമ്പോഴല്ല നമ്മൾ മക്കളുടെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കേണ്ടത്. നമുക്ക് ദൈവം മക്കളെ തന്നിരിക്കുന്നത് എന്തിനാണ്? മക്കൾ ദൈവത്തിന്റെ ദാനമാണ്. ദൈവം നമുക്ക് തന്ന ഒരു ഗിഫ്റ്റാണ്, നമുക്ക് തന്ന ഒരു സമ്മാനമാണ്. എപ്പോഴും ദൈവത്തെ ഓർപ്പിക്കുക. ഈ മക്കളെ കാണുമ്പോൾ നമ്മൾ ഓർക്കണം. നമുക്കറിയാലോ, ഹന്നയുടെയും പെനീനയുടെയും കാര്യം നമ്മൾ 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഹന്നയെയും പെനീനയെയും കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ അവിടെ വായിക്കുന്ന കാര്യം എന്താണ്? പെനീന എന്ത് ചെയ്യുമായിരുന്നു? ഹന്നയ്ക്ക് മക്കളില്ലായിരുന്നു, പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു. അപ്പൊ ഇവര് വർഷാന്ത്യയാഗം കഴിക്കാൻ വരുന്ന സമയത്ത് ആ സമയത്ത് അവൾ പ്രത്യേകം എന്ത് ചെയ്യുന്ന പറഞ്ഞേ, അവൾ ഈ ഹന്നയെ കളിയാക്കുകയും ദുഷിക്കുകയും എല്ലാം ചെയ്യും. അവൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്തായിരുന്നു? ദൈവം അവൾക്ക് മക്കളെ കൊടുത്തത് ദൈവത്തിന്റെ ഒരു ദാനമായിട്ടാണ്. അല്ലെങ്കിൽ പെനീനയ്ക്ക് എന്തെങ്കിലും ഹന്നയെക്കാളും പ്രിവിലേജ് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ഇതുണ്ടായിട്ടല്ല. പക്ഷെ അതിന്റെ മാഹാത്മ്യം, മക്കളുടെ മാഹാത്മ്യം അറിയാതെ അവൾ എന്ത് ചെയ്യുമായിരുന്നു. പക്ഷെ ഹന്ന അവളുമായിട്ട് ഏറ്റുമുട്ടിയതായിട്ട് നമ്മൾ കാണുന്നില്ല. ഹന്നയ്ക്ക് ആ ഒരു വലിയ സങ്കടം ഉള്ളിലുണ്ടായിരുന്നു. ദൈവം എന്ത് ചെയ്തു? അവൾക്ക് ഒരു പൈതലിനെ ദൈവം കൊടുത്തു. അവളുടെ സങ്കടം അവള് ദൈവത്തിന്, അവൾ ഭക്ഷണം കഴിക്കാതെ തിന്നാതെ കുടിക്കാതെ പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവം അവർക്കൊരു പൈതലിനെ കൊടുത്തു. ആ പൈതലിനെ എന്ത് ചെയ്തു? അവൾക്ക് കിട്ടിയ പൈതൽ അത് ദൈവത്തിന്റെ ദാനമായിരുന്നു. അവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. പലപ്പോഴും സഹോദരിമാരെ, നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? നമ്മള് പലപ്പോഴും ചിന്തിക്കുന്നില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മക്കളെ നമുക്ക് കിട്ടി, അവരെ നമ്മൾ വളരെ കാര്യമായിട്ട് വളർത്തി പഠിപ്പിച്ചു. ഇനി എന്തിനാണ്? എന്റെ കാര്യങ്ങളൊക്കെ നോക്കാനും എനിക്ക് വേണ്ടിയിട്ടും എന്റെ ഒരു സഹായത്തിനും, അങ്ങനെയാണ് നമ്മുടെ പലരുടെയും ചിന്തയിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താധാരയിൽ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ വിവാഹം കഴിയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത. മക്കൾ എന്താണ്? ആ വാക്യത്തിന്റെ തന്നെ 5-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? യൗവനത്തിന് മക്കൾ എന്താന്നാ പറഞ്ഞേ? ആവനാഴികയിലെ അമ്പുകളാണ്. ഈ ആവനാഴികയിൽ അമ്പിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഈ അമ്പ് ഏറ്റവും നന്നായിട്ട് വളരെ നല്ല മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് അവരെത് കഴിഞ്ഞിട്ട് അത് ഒരു ടൈം ആകുമ്പോൾ എന്ത് ചെയ്യും? ആവശ്യ സമയത്ത് ആ അമ്പ് എഴുതി വിടാനുള്ളതാണ്. ആ അമ്പ്, അതായത് ദൈവം നമുക്ക് തന്ന പൈതങ്ങള് അവര് വളർന്നു, അവര് പഠിച്ചു, അവര് ജോലിയായി, അവരുടെ ആ ജീവിത അന്തസ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന ബോധ്യം എന്താണ്? ഈ മക്കളെ ദൈവം നമുക്ക് തന്നത് എന്തിനാണ്? ദൈവരാജ്യത്തിൽ ഒരു കുടുംബമായിട്ടാണ്, അല്ലെ? കുടുംബത്തെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന എന്താണ്? ദൈവരാജ്യത്തിലെ പവർ ഫോഴ്സുകളാണ്. ദൈവരാജ്യത്തിലെ ഓരോ കുടുംബങ്ങളും എന്താണ്? ദൈവം നമുക്ക് തന്നിട്ടുള്ള ദൈവരാജ്യത്തിന് വേണ്ടി തന്നിട്ടുള്ളതാണ് നമ്മുടെ കുടുംബങ്ങൾ. ആ ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തന്ന കുഞ്ഞുങ്ങളെ ആ ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിക്കണം. അപ്പൊ നമ്മുടെ ഉള്ളിൽ നമുക്കുണ്ടായിരിക്കേണ്ട ബോധ്യം എന്താണ്? കുറച്ചു കാലത്തേക്ക് ഒരു കാര്യവിചാരകത്വത്തിനായിട്ട് എന്റെ മക്കളെ തന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ അവരെ ആ നിലയിൽ നമ്മൾ ചെറുപ്പം തൊട്ട്, ഇപ്പൊ കന്ന നോക്കിയേ, കന്ന വളരെ 3 വയസ്സോ 4 വയസ്സോ ഉള്ളപ്പോൾ അവൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ആ പൈതലിനെ കൊണ്ട് അവൾ ആ ദേവാലയത്തിൽ സമർപ്പിച്ചു. നമുക്കിവിടെ 10, 30, 25, 28 വയസ്സായി കല്യാണം കഴിക്കുന്ന ഒരു മക്കളെ അങ്ങനെ വിട്ടുകൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തിനാ അങ്ങനെ വിഷമിക്കുന്നത്? എനിക്കറിയില്ല. എനിക്ക് ഒരു അമ്മാവിയമ്മയായിട്ട് 1 വർഷത്തെ എക്സ്പീരിയൻസും മരുമകളായിട്ട് 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പോ എന്നെ സംബന്ധിച്ച് നമുക്കിപ്പോ വീട്ടില് ഞാൻ 2 എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. 6 വർഷം കുടുംബ വീട്ടില്, അവിടെ എല്ലാവരും അവിശ്വാസികളായ വീട്ടിലേക്കാണ് വിവാഹം കഴിച്ചു വന്നത്. വളരെ ഓർത്തഡോക്സ് കത്തോലിക്കരായിരുന്നു. അപ്പം ആ വീട്ടിലപ്പം എന്റെ ജീവിതത്തിൽ ഞാൻ അന്ന് വിശ്വാസത്തിൽ വന്ന അധിക വർഷങ്ങളൊന്നും ആയില്ല. എന്റെ ഒരേ ഒരു പ്രാർത്ഥന, വിവാഹം കഴിച്ചു വരുമ്പോ, ദൈവമേ ഈ വീട്ടിൽ ജീവിക്കാൻ ആവശ്യമുള്ള കൃപ തരണേന്നായിരുന്നു. അപ്പോ ആ വീട്ടില് ദൈവത്തിന്റെ കൃപയാല് 3 മക്കള്, മൂന്നാമത്തെ മോനെ 8 മാസം ആയപ്പോഴാണ് അവിടുന്ന് മാറുന്നത്. 3 മക്കളും അവിടെ ജീവിച്ച കാലത്ത് ശരിയാണ്, ഞങ്ങളുടേതായ ഒരു സെപ്പറേറ്റ് കുടുംബം അതിലുണ്ടായിരുന്നു. എന്നാല് അപ്പച്ചനാണ് അവിടുത്തെ, ആ വീടിന്റെ ആളാരാണ്? അപ്പച്ചനും അമ്മച്ചിയാണ്. അപ്പൊ അവരോട് വിധേയപ്പെട്ട് മാത്രം അവിടെ സന്തോഷത്തിൽ. എങ്കിലും ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് ഇന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ. ഈ 30 വർഷം വീട്ടിൽ നിന്ന് മാറിയെങ്കിലും അധികം ദൂരെയല്ല, എപ്പോഴും അവരുമായിട്ടുള്ള ഒരു ബന്ധത്തിലാണ് ജീവിച്ചത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇതൊരു ഭയങ്കരമായ ഒരു പ്രശ്നമല്ല. എന്താണ്? വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ച് നമ്മൾ സാഹചര്യങ്ങളെ ഒക്കെ നമ്മൾ പഴി പറയും. അപ്പൊ നമ്മുടെ മക്കളെ, ആൺമക്കളായാലും പെൺമക്കളായാലും, ഈ രണ്ടുപേരുടെ ഈ വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുനർക്രമീകരണം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെ
നമ്മൾ ഒരുങ്ങണം, നമ്മുടെ മക്കളെയും അങ്ങനെ ഒരുക്കി കഴിഞ്ഞാല്. അപ്പം ആവനാഴിയിലെ അമ്പുകളാണ് അത്. ആ സമയമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിന് വിടുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകാനായിട്ട് ഇടയേ ഇല്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ പറയുന്നുണ്ട്, യഹോവ ഭവനം പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. നമുക്കറിയാം, ഒരു വീട് പണിയുന്നത്, ഒരു ഭവനം പണിയുന്നത് എന്തായിരുന്നാലും അതിനൊരു ചട്ടക്കൂടിലാണ് അല്ലേ. ഇപ്പൊ നമുക്കൊരു വീട് പണിയാണെങ്കിൽ അതിനൊരു പ്ലാൻ ഉണ്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് തന്ന ഈ ഭവനത്തിന്റെ മാസ്റ്റർ പ്ലാൻ ആരുടെ കയ്യിലാണ്? ദൈവത്തിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് കുഞ്ഞുങ്ങളെ തന്നപ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ആ കുഞ്ഞുങ്ങൾ ഒരു കുടുംബമായി തീരുമ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലേക്ക് ഒരു കുടുംബത്തെ നമ്മൾ കൊടുക്കുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ ഇടയിൽ അതാണ് പറഞ്ഞത്, നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ചതുപോലെ ഇങ്ങനെ ഒരു പക്വത, ഇത് ഞാൻ എല്ലാവർക്കും ഇങ്ങനെ സാധിക്കുമെന്ന് പറയാനല്ല ഞാൻ പറഞ്ഞത്. എന്നാല് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ചില പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ ഓൾറെഡി കടന്നു പോകുന്നതെങ്കിൽ നമുക്ക് ആ ഭവനം പണിയുന്ന കർത്താവിന്റെ അടുക്കിലേക്ക് വരാം. എന്റെ പെരുമാറ്റം കൊണ്ട് എന്റെ മരുമകൾക്ക് ഒരു പ്രയാസം ഉണ്ടായെങ്കിൽ അവരോട് ആ പ്രശ്നങ്ങളെ പറഞ്ഞ് നമുക്ക് എന്താവാം. നമ്മൾ ഇതിന് ശേഷം നമുക്ക് ഈ ഒരു കാര്യം പറഞ്ഞു പോയിട്ട് നമുക്ക് നവോമിയും രൂത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ആ മേഖലയിലേക്ക് വരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഒരു പുനർക്രമീകരണം നമ്മുടെ കുടുംബത്തില് തീർച്ചയായിട്ടും വേണം. അപ്പം ഈ പെൺകുട്ടിയും എന്ത് ചിന്തിക്കണം? ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരു റോൾ ചേഞ്ചിനായിട്ട് അവള് ഒരുങ്ങണം. അമ്മാവിയമ്മ ഒരുങ്ങണം, മരുമകളും ഒരുങ്ങണം. അത് എപ്പോ ഒരുങ്ങണം? വിവാഹം ആലോചിച്ച് കഴിയുമ്പോഴല്ല നമ്മൾ ഒരുങ്ങേണ്ടത്. നമ്മൾ അതിനായിട്ട് പ്രിപ്പയർ ചെയ്ത്, ഇപ്പം നമുക്കറിയാം പണ്ട് കാലത്തേക്ക് അമ്മമാരാണ് എപ്പോഴും പറയുന്നത്, എന്റെ അമ്മ വളരെ നേരത്തെ മരിച്ചെങ്കിൽ പോലും ആ ചെറിയ പ്രായത്തിലെ ഞാൻ കേട്ടു വളർന്ന ഒരു കാര്യം, നീ ഒരു വീട്ടിൽ പോയി ജീവിക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചിന്ത തന്നെ നമുക്ക് പണ്ടേ വരും. ഇപ്പോൾ ഉള്ള കുട്ടികളെ സംബന്ധിച്ച് ഇപ്പൊ കുറച്ചുകൂടെ നമുക്കറിയാം, ജനറേഷനൊക്കെ വളരെ മാറി, വളരെ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ച ചുറ്റുപാടിലുള്ളവരല്ല നമ്മുടെ മരുമക്കൾ എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എങ്കിലും നമുക്കുള്ള പ്രമാണം എന്താണ്? ഈ ദൈവത്തിന്റെ പ്രമാണങ്ങളെ വിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. ദൈവത്തിന്റെ പ്രമാണങ്ങളാണ് നമുക്ക് ഉള്ളത്. അപ്പൊ അങ്ങനെ അങ്ങനെ ആ ഒരു പ്രമാണത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല. ഇനി ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇനി ഒരു പ്രശ്നത്തിലേക്ക് പോയി എങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. രണ്ടു കൂട്ടരും, അമ്മാവിയമ്മയ്ക്കും മരുമകൾക്കും ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്രമീകരണം അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒന്നാമത് നമ്മൾ പറഞ്ഞു കുടുംബത്തിന്റെ ഒരു ക്രമീകരണം വരണം. രണ്ടാമതായിട്ട് പറയാനായിട്ട് നമുക്ക് കുറച്ചുകൂടി ഇത് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒരു ബോധ്യം വരും. നമ്മളൊരു ജെനുവിനായിട്ട് വേണം ബന്ധങ്ങളിൽ ഏർപ്പെടാൻ. നമ്മൾ പറഞ്ഞല്ലോ, ഒരു കുടുംബ ബന്ധമാണ് രണ്ട് വ്യത്യസ്ത വ്യക്തികൾ തമ്മിൽ കൂട്ടുചേർന്ന് ഒരു കുടുംബം പണിയുമ്പോൾ നമ്മൾ ജെനുവിൻ ആയിരിക്കണം, അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മൾ എന്ത് ചെയ്യണം? ബന്ധങ്ങളിൽ ഏർപ്പെടണം. എന്ന് പറഞ്ഞാല് നമ്മൾ യാഥാർത്ഥ്യ ബോധത്തോടെ ബന്ധങ്ങളിൽ ഏർപ്പെടണം എന്ന് പറയുമ്പോൾ, ഇപ്പോ വിചാരിക്കുക, നമ്മുടെയൊക്കെ വിവാഹ ആലോചനകളിൽ നമുക്ക് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു പെൺകുട്ടി അവൾക്ക് ജോലിക്ക് പോകുന്നതും അല്ലെങ്കിൽ അവളുടെ കരിയറിനെ ഒക്കെ വളരെ സ്നേഹിക്കുന്നു, ഫാമിലി ലൈഫ് അവൾക്ക് അതിനുശേഷമാണ്. അപ്പം വിവാഹം ആലോചിച്ചപ്പോ പറഞ്ഞു, അവര് നല്ലൊരു ആലോചന വരുമ്പോൾ നമ്മൾ എന്ത് പറയും? ആ, കുഴപ്പമില്ല, ഫാമിലിയൊക്കെയാന്ന് പറയും. പക്ഷെ ആ കുട്ടി അതിനായിട്ട് ഒരുങ്ങിയിട്ടില്ല. അപ്പൊ നമ്മൾ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ മകന് യോജിച്ചതായിട്ടുള്ള ബന്ധം, നമ്മുടെ വാല്യൂസിനും നമ്മുടെ മൂല്യങ്ങൾക്കും ഒക്കെ അനുസരിച്ച്. ഇപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മള് വായിക്കുന്ന അവിടെയും ഒരു മരുമക്കളെ കുറിച്ച് അങ്ങനെ പ്രത്യേകം മരുമക്കളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിന്റെ 46-ാം വാക്യം ഇങ്ങനെയാണ്: പിന്നെ റിബേക്ക ഇസഹാക്കിനോട്, ഈ ഹിത്യ സ്ത്രീകൾ നിമിത്തം എന്റെ ജീവൻ എനിക്ക് അസഹ്യമായിരിക്കുന്നു. അവിടെ ആ കുടുംബ ബന്ധത്തില് യേശാവ് പോയി ഭാര്യമാരായിട്ട് എടുത്ത ആരെയാണ്? രണ്ടുപേരെ എടുത്തു ഭാര്യമാരായിട്ട്, ഹിത്യ സ്ത്രീകളെയാണ്. അപ്പം അവിടെ അവരുടെ ജീവിതത്തിൽ വന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഹിത്യ സ്ത്രീകൾ നിമിത്തം എന്റെ ജീവൻ അസഹ്യപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. അപ്പം നമ്മളൊരു യാഥാർത്ഥ്യ ബോധത്തോടെ അല്ലാതെ ഏർപ്പെടുന്ന ബന്ധങ്ങള് എന്തിന് സാധ്യതയുണ്ട്? അത് തന്നെ പ്രശ്നങ്ങൾക്ക്, ഇങ്ങനെ യാതൊരു യോജിപ്പും ചേർച്ചയില്ല, നമ്മൾ പല കാര്യങ്ങളും ജെനുവിനായിട്ട് പറയാതെ ഒക്കെ നമ്മൾ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എന്തു പറ്റും? ആ ബന്ധങ്ങൾ നന്നായിട്ട് പോകണം എന്ന് പറഞ്ഞാല് വലിയ ബുദ്ധിമുട്ടായിരിക്കും.
അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ യാഥാർത്ഥ്യബോധത്തോടെ അത് നമ്മുടെ താല്പര്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ വ്യക്തമായിട്ട് പറയണം. അങ്ങനെ ഇന്ന് നമുക്കറിയാലോ, ഇന്ന് നമുക്ക് പ്രീ മാരേജ് കൗൺസിലിംഗ് ഒക്കെ ഉണ്ടല്ലേ, തുറന്നു പറയാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. പഴയ രീതിക്കല്ല നമ്മുടെ ഇടയിൽ. അപ്പൊ നമുക്ക് കാര്യങ്ങളെ പറഞ്ഞ് നമുക്ക് യോജ്യമായ ബന്ധങ്ങളെ തിരഞ്ഞെടുത്താൽ തന്നെ നമുക്ക് എന്തുണ്ട്, പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ രണ്ട് ഇപ്പൊ ചില മൂന്നാമതായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ എന്ത് പറയാം, സ്നേഹവും ബഹുമാനവും ഒക്കെ നമ്മൾ ആർജിച്ചെടുക്കണം. അതായത് നമ്മള് അമ്മാവിയമ്മ മകളിൽ നിന്നാണേലും മകൾ അമ്മാവിയമ്മയിൽ നിന്നാണെങ്കിലും ഈ സ്നേഹവും ബഹുമാനവും ഒക്കെ ആർജിച്ചെടുക്കണമെങ്കിൽ എന്ത് വേണം, സ്നേഹം കൊടുക്കുമ്പോഴാണ് നമുക്ക് സ്നേഹം. നമ്മളൊന്ന് ഓർത്ത് വയ്ക്കുക, ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ സംബന്ധിച്ചാണ് കൂടുതൽ സ്ട്രെയിഞ്ച് ആയ ഒരു സ്ഥലത്തേക്കാണ് അവള് വരുന്നത്. കാര്യം അത്ര ആലോചിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ആണെങ്കിലും കടന്നു വരുന്ന കുട്ടിയെ സംബന്ധിച്ച് എന്താണ്, ഈ അമ്മാവിയമ്മ അതിനൊരു, നമ്മുടെ വീട്ടിലേക്കൊരു മോള് കല്യാണം കഴിച്ചു വരുമ്പോ നമ്മുടെ ആ പെട്ടെന്ന് നമ്മുടെ അവള് ഇന്ന് വന്നതിന്റെ പിറ്റേ ദിവസം അവള് രാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്നൊന്നും പറയാനുള്ള ആവശ്യമുണ്ടോ നമുക്ക്? എന്തായാലും ഒരു മകൻ വിവാഹം കഴിക്കുമ്പോ അമ്മ അത്രമേലും പ്രയാസമൊന്നുമുള്ള ആളായിരിക്കില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതം നമ്മൾ അതേ സ്റ്റൈലിൽ അങ്ങ് പോയാൽ മതി. അപ്പൊ നമ്മുടെ ഭവനത്തിലേക്ക് വന്ന ആ കുട്ടിക്ക് ഒരു ഭാരമില്ല. നമ്മൾ അവളെ സ്നേഹിച്ച് അവൾക്ക് ഈ വീട് പരിചയം വാങ്ങണം വരെ അവളുമായിട്ട് നല്ല ഒരു ബന്ധം സൂക്ഷിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ എന്ത് സാധിക്കും, അവൾക്ക് നമ്മൾ സ്നേഹം കൊടുത്ത് അങ്ങനെ ആ സ്നേഹം കൊടുക്കുമ്പോൾ നമ്മളെ അവള് സ്വാഭാവികമായിട്ടും സ്നേഹിക്കും. അതുപോലെ തന്നെ പെൺകുട്ടിക്കാണെങ്കിലും എന്ത് ചെയ്യാം, അവള് വരുമ്പം അവൾക്കും അതേ ഒരു ഭാവത്തോടുകൂടെ അവൾക്കും സ്നേഹിക്കാനുള്ള ഒരു മനസ്സോടെ. അപ്പൊ നമ്മളെ രൂത്തിന്റെ നവമിയുടെയും കാര്യം ചിന്തിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് കൂടുതൽ ആ കാര്യങ്ങളെ കുറിച്ച് പറയാം. അങ്ങനെ അപ്പൊ നമുക്കറിയാം, നമ്മളെ വിലമതിക്കുന്ന ആളുകളോടൊപ്പം നമുക്ക് ചേർന്ന് പോകാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. ഇപ്പൊ നമ്മുടെ വിലയോ അല്ലെങ്കിൽ നമുക്ക് എന്താ, ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചു വരുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവളുടെ വിലയും അവളുടെ കാര്യങ്ങളും ഇവർക്കും അത്രയ്ക്കും മനസ്സിലായിട്ടില്ല, ഇവിടുത്തെ മൂല്യങ്ങൾ അവൾക്കും മനസ്സിലായിട്ടില്ല. അപ്പം അതുകൊണ്ട് അതാണ് പറഞ്ഞ ആർജിച്ചെടുക്കണം. അപ്പൊ നമുക്കൊരു വില എന്ത് ചെയ്യണം, നമുക്കവിടെ ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കണം. അപ്പൊ രണ്ടുപേരും എന്ത് ചെയ്യണം, ആ സ്നേഹവും ബഹുമാനവും ആർജിച്ചെടുക്കുക. അല്ലാതെ നമ്മളത് പിടിച്ചു വാങ്ങാനായിട്ട് അല്ലെങ്കിൽ അധികാരത്തോടെ പിടിച്ചു വാങ്ങാൻ പോകുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത വരുന്നത്. അപ്പം അങ്ങനെ പ്രശ്നത്തിലേക്ക് പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം നമുക്ക് ഇല്ല. കാരണം നമുക്കിനി കുറച്ചുകൂടെ ഇങ്ങനെ നമുക്കൊരു പുനർക്രമീകരണം വേണം. അതുപോലെ തന്നെ ജെനുവിനായിട്ട് നമ്മൾ ബന്ധങ്ങളിൽ ഏർപ്പെടണം. അങ്ങനെ നമ്മൾ ആ ഒരു ബന്ധത്തിലും ഒക്കെ നമ്മൾ ഏർപ്പെട്ടാലും നമുക്കറിയാം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പം ഇവിടെ രൂത്തിന്റെയും നവോമിയുടെയും ജീവിതത്തിലേക്ക് നമുക്ക് വരാം. രൂത്തിന്റെയും നവോമിയുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് ഒന്നിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ കുറച്ചുകൂടെ ആ പ്രശ്നങ്ങളൊന്നും നമ്മൾ ഒരുപാട് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഇതിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് ആ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ ഇവിടെ നമുക്കറിയാം, ഈ രൂത്തിന്റെയും നവോമിയുടെയും ബന്ധത്തെ കുറിച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ അറിയാം, വളരെ നല്ല ഒരു ആത്മീക ബന്ധമായിരുന്നു രൂത്തിനും നവോമിക്കും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വളരെ നല്ല, അവർ അമ്മാവിയമ്മയും മരുമകളുമാണ്, വളരെ ഒരു അമ്മയും മകളും പോലെ ജീവിച്ചു കാണിച്ചു തന്ന ഒരു പുസ്തകമാണ് രൂത്തിന്റെ പുസ്തകം. അപ്പം ഇവരിങ്ങനെ ജീവിക്കാനായിട്ടുള്ള ഇവരുടെ ജീവിതത്തിലും പ്രധാന കാര്യം ഉണ്ടായിരുന്നു. നവോമിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അവള് വളരെ ഒരു വിഷമസ്ഥിതിയിലേക്ക് പോയ ഒരു ഇതാണ് ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ നമ്മൾ വായിക്കുന്നത്, അല്ലെ? അപ്പം ഈ ന്യായാധിപന്മാർ ന്യായപാലനം ചെയ്ത കാലത്ത് ഇവളുടെ കുടുംബം അങ്ങോട്ടേക്ക് പോയി. അതിനെക്കുറിച്ച് നവോമിക്ക് പ്രയാസങ്ങളൊക്കെ വന്നുകൊണ്ട് നവോമിയാണ് അതിന് കൂടുതൽ മുൻകൈ എടുത്തതെന്ന് പറയുന്നു. എന്തായാലും ഇനി അവര് എലീമലേക്കിന്റെ തീരുമാനത്തിന് സപ്പോർട്ട് ചെയ്താണേലും അവരവിടെ ചെന്നു. അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പം എലീമലേക്ക് മരിച്ചുപോയി. അപ്പോ അവര് ബേത്ലഹേം അപ്പത്തിന്റെ വീട്ടിൽ നിന്ന് ദൈവത്തിന്റെ മക്കളുമായിട്ടുള്ള എല്ലാ കൂട്ടായ്മയും വിട്ട്, ഇവരത്ര ദരിദ്രരായ ആളുകളാണെന്ന് നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഈ ശാമമൊക്കെ വന്നത് മുൻകണ്ട് അവരെങ്ങോട്ട് പോയി, അവർ യാത്ര ചെയ്ത് വളരെ ദൂരത്തേക്ക് മൊവാബിലേക്കാണ് അവര് പോയത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവർക്ക് സംഭവിച്ച എലീമലേക്ക് മരണപ്പെട്ടു. അതിനുശേഷം തന്റെ മക്കളായിരിക്കുന്ന മഹ്ലോനും കില്യോനും അവർ അവിടുന്ന് ആരും എടുത്തു, ഭാര്യമാരെ എടുത്തു, ഓർപ്പയെയും രൂത്തിനെയും അവര് വിവാഹം കഴിച്ചു. 10 വർഷം അങ്ങനെ ജീവിച്ചു എന്നാണ് പറയുന്നത്.
ഇപ്പം ഓർപ്പയോടും രൂത്തിനോടും നവോമിക്കുള്ള ബന്ധം നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലൊരു ബന്ധം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടായിരിക്കും നവോമിക്ക് അവര് ആ ദേശത്ത് പോയി ഇങ്ങനെയുള്ള പ്രതിസന്ധി നേരിട്ടു? നവോമിയെ സംബന്ധിച്ച് നമ്മൾ അതിന്റെ 6-ാം വാക്യം നമുക്ക് രൂത്തിന്റെ പുസ്തകം 1:6, യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങി പോകുവാൻ തന്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു. അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ട് യഹൂദാ ദേശത്തേക്ക് മടങ്ങി പോവാൻ യാത്രയായി. എന്നാൽ നവോമി മരുമക്കൾ ഇരുവരോടും, നിങ്ങൾ താന്താന്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങി പോകുവിൻ. മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ. ഇവിടെ മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ. അപ്പം ഈ രണ്ട് മരുമക്കളോടും നവോമിക്ക് നല്ല ഒരു ബന്ധമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇങ്ങനെയൊക്കെ സംഭവിച്ചു എങ്കിലും അവൾ കേട്ട കാര്യം എന്താണ്? അവൾക്ക് എപ്പോഴും അവളുടെ വിട്ടുപോകുന്ന ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോയപ്പോ നവോമി തന്റെ വിശ്വാസ ജീവിതത്തിൽ തനിക്ക് ഒരു പിന്മാറ്റം വന്നു എങ്കിൽ പോലും തന്റെ ഉള്ളിന്റെ ഉള്ളിൽ യഥാർത്ഥമായിട്ട് ഒരു വിശ്വാസ ബോധ്യം ഉണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് തന്റെ ദേശത്ത് ദൈവം ആഹാരം കൊടുത്ത പ്രകാരം കേട്ടിട്ട് അവൾക്ക് എന്ത് ആഗ്രഹം വന്നത്? അവൾക്ക് അങ്ങോട്ട് മടങ്ങി പോകാനായിട്ട്. അപ്പം അവളൊന്ന് ഓർത്ത് വയ്ക്കേ, അവളെ സംബന്ധിച്ച് വേണേ ഇനി ചിന്തിച്ചാല് വേറെ മക്കളില്ല. അവരതൊക്കെ പിന്നീട് അവിടെ പറയുന്നുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രതീക്ഷകളൊന്നുമില്ല. ഒരു പക്ഷെ അവൾക്ക് വേണമെങ്കിൽ ആ നാട്ടിൽ ജീവിക്കാമായിരുന്നു. ആ മക്കൾ അവിടെ വിവാഹമൊക്കെ കഴിച്ച് അവരും ജീവിച്ചേനെ. പക്ഷെ നവോമിയുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഒരു യഥാർത്ഥമായ വിശ്വാസം അവളുടെ ഉള്ളില് ഉണ്ടായിരുന്നു. അപ്പം അവള് മടങ്ങി പോകാനായിട്ട്, അതായത് അവളുടെ ജീവിതത്തിൽ വന്നതായ മിസ്റ്റേക്ക്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? സൗരന്മാരെ, നമ്മുടെ സൗരന്മാരിപ്പം അമ്മാവി അമ്മയ്ക്കാണോ മരുമകൾക്കാണോ ഒരു പ്രശ്നം ഉണ്ടായതെന്ന് വിചാരിച്ചു ആർക്കായാലും നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എന്തുണ്ടാവാം? നമ്മൾ ചിലപ്പോ നമ്മൾ വിചാരിക്കും നമുക്ക് അനുഗ്രഹങ്ങളൊക്കെ കിട്ടി നമ്മൾ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോകുമ്പോൾ നമ്മുടെ ഒരു ചിന്ത എന്താണ്? ദൈവം എന്റെ സ്വഭാവവും എന്റെ ജീവിതവും എല്ലാം വളരെ നല്ലതായതുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചതാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമ്മള് ചിലപ്പോ ഇങ്ങനെ എല്ലാ മതകർമ്മം പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുമ്പോൾ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ വിശ്വാസം എത്രമാത്രം ഉണ്ടെന്ന് നമുക്കൊരു പ്രതിസന്ധി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം നവോമിയെ സംബന്ധിച്ച് ഇനി അവളും ആ മരുമക്കളും ശേഷിച്ചപ്പോ അവള് യെരുശലേമിലേക്ക്, അവളുടെ ബേത്ലഹേമിലേക്ക് മടങ്ങി പോകാനായിട്ട് അവളൊരു തീരുമാനം എടുക്കുകയാണ്. അപ്പൊ ഈ മരുമക്കളോട് അവൾക്ക് നല്ല ബന്ധമാണ് അല്ലെ? അവള് പറയുന്ന അതുകൊണ്ട് അവൾ 9-ാം, നിങ്ങൾ താന്താന്റെ ഭർത്താവിന്റെ വീട്ടിൽ വിശ്രാമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവരെ ചുംബിച്ചു. അവർ ഉച്ചത്തിൽ കരഞ്ഞു. അവർ അവളോട്, ഞങ്ങൾ നിന്നോടുകൂടെ നിന്റെ ജനത്തിന്റെ അടുക്കൽ പോരുന്നു എന്ന് പറഞ്ഞു. അതിന് നവോമി പറഞ്ഞു, എന്റെ മക്കളെ, നിങ്ങൾ മടങ്ങി പോയിക്കൊള്ളുവാനെ. അവരെ നിരുത്സാഹപ്പെടുത്താനായിട്ട് അവള് പറഞ്ഞു, അവള് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അന്നത്തെ ഇസ്രായേലിന്റെ സിസ്റ്റം അനുസരിച്ച് അവരുടെ സഹോദരന്മാർ ഇവരെ വിവാഹം കഴിച്ച് അവർക്ക് മക്കളെ ജനിപ്പിച്ച് ജീവിക്കണം. അതിനുള്ള ഒരു സാധ്യത ഇല്ലാത്തത് കൊണ്ട് നവോമി എന്ത് ചെയ്തു ഇവരോട് അങ്ങനെ. എന്നാല് ഓർപ്പ തന്റെ ദേവന്റെ അടുക്കിലേക്കും തന്റെ നാട്ടിലേക്കും പോയി. രൂത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഈ വാക്യങ്ങളെല്ലാം വായിച്ച് പറയുമ്പോഴേക്ക് സമയം പോകുമല്ലോ. അതുകൊണ്ടാണ് രൂത്ത് നിന്നെ വിട്ടുവരുവാൻ, 16-ാം വാക്യം, അതിന് രൂത്ത് നിന്നെ വിട്ടുവരുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുതേ. എന്നിട്ട് പറയുന്ന ഏറ്റവും പ്രമുഖമായ, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. തന്നോടുകൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. അപ്പോ രൂത്ത് തന്റെ ജീവിതത്തിൽ എടുത്ത ഒരു തീരുമാനം, നവോമി തന്റെ ജീവിതത്തിലെ തെറ്റ് പറ്റിയെടുത്തുനിന്ന് മാനസാന്തരപ്പെട്ടു. എബോട്ട് എന്ന് പറഞ്ഞാൽ അവള് തന്റെ ഭർത്താവിനെ അടക്കിയ, കുഞ്ഞുങ്ങളെ അടക്കി ആ കല്ലറയൊക്കെ വിട്ട് അവള് ആ വിട്ടുപോകുന്ന ആ കർത്താവിന്റെ അടുക്കിലേക്ക് അവള് മടങ്ങി പോവാനായിട്ട് അവള് ഒരു നല്ല മാനസാന്തരപ്പെട്ട തീരുമാനം എടുത്തു. അവളുടെ ഉള്ളില് എന്തായിരുന്നാലും അവളിൽ നിന്നാണ് രൂത്ത് കർത്താവിനെ കുറിച്ച് കേൾക്കാനായിട്ട് ഇടയായത്. തീർച്ചയായിട്ടും യഹോവയെ കുറിച്ചും അവിടെ ആ കാര്യങ്ങളെ കുറിച്ചും അവൾക്ക് മനസ്സിലായി. അപ്പം അവളുടെ ജീവിതത്തിൽ അവളുടെ ഉള്ളിൽ കർത്താവ് അവൾക്ക് വിശ്വാസം കൊടുത്തു. അവളുടെ വിശ്വാസം ഏറ്റു പറഞ്ഞപ്പോ അവളെ നിരുത്സാഹപ്പെടുത്താതെ അവര് രണ്ടുപേരും, അപ്പൊ ഇവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇവർക്ക്
ഒന്നിച്ച് അവരങ്ങനെ മുന്നോട്ട് പോകാൻ തീരുമാനം എടുത്തത്? അതിന്റെ കാരണം അവർക്ക് ദൈവവുമായി യഥാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം. ഏത് ബന്ധത്തിന്റെയും അടിസ്ഥാനം എന്താണ്? ദൈവബന്ധമാണ് ഏറ്റവും വലിയ ബന്ധം. അപ്പം ഈ നവോമിക്കും രൂത്തിനും എന്തുണ്ടായിരുന്നു? ദൈവവുമായിട്ട് യഥാർത്ഥമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. അവര് രൂത്ത് പറഞ്ഞത് കേട്ടോ, അവൾക്ക് അതായത് നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച്, അവളുടെ ആ ഒരു തീരുമാനം, ഇനി ഇതിന് വിപരീതമായിട്ട് ചെയ്താൽ ദൈവം എന്നെ ശിക്ഷിച്ചോട്ടെ എന്ന് പറയാൻ തക്കവണ്ണം അവളുടെ വിശ്വാസം അത്രയും ഉറപ്പുള്ളതായിരുന്നു. അതിനുശേഷം അവർ ബത്ലഹേമോളം, അത് 50-100 ഇടയ്ക്ക് കിലോമീറ്റർ ദൂരം അല്ലെങ്കിൽ മൈലുകൾ ദൂരം ഉണ്ടായിരുന്നു ഈ സ്ഥലം. രണ്ടുപേരും കൂടെ, ഈ രണ്ട് സ്ത്രീകള് വല്ല ആഹാരമൊക്കെ എടുത്തു കാണാം, അവർക്കുള്ള അല്പം വസ്ത്രങ്ങൾ എടുത്തു കാണാം, അതിലപ്പുറം കൊണ്ട് ഇവരെവിടെ വരെ നടന്നു? അവര് ആ ബത്ലഹേം വരെ നടന്നു. ഓർത്തു നോക്കി, അവർ തമ്മിൽ അവരുടെ ജീവിതത്തില് പ്രശ്നം ഉണ്ടാകാതിരുന്നതിന്റെ കാരണം എന്താണ്? അവർ തമ്മിൽ വളരെ ഐക്യത്തോടെ. അപ്പൊ ദൈവവുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ, നമ്മൾ വിവാഹത്തെ കുറിച്ച് പറയും, ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ ഏറ്റവും ആ ദൈവ ബന്ധം എത്രയുണ്ടോ അത്രത്തോളം അടുത്തായിരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ അമ്മാവിയമ്മയും മരുമകളും തമ്മിൽ, രൂത്തും നവോമിയും തമ്മിൽ ഇത്ര അടുത്ത ഒരു ബന്ധം ഉണ്ടായിരിക്കാനുള്ള കാരണം എന്താണ്? രൂത്തും നവോമിയും ദൈവവുമായിട്ട് യഥാർത്ഥമായിട്ടുള്ള, നമ്മൾ പറഞ്ഞു കുടുംബ ബന്ധത്തിലും ഒക്കെ നമ്മൾ ക്രമീകരണങ്ങൾ വരുത്തുന്നത് അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളും ദൈവവുമായിട്ട്, നമ്മളൊക്കെ വിശ്വാസത്തിൽ വന്ന് നമ്മുടെ മക്കളൊക്കെ അറിവാകുമ്പോഴേക്കും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം കൂടി വരികയാണെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ഒരു പുതിയ ഒരു മാനത്തിലേക്ക് പോകാതെ അത് സ്വാഭാവികമായിട്ട് മുന്നോട്ട് പോകും. ഇവർ രണ്ടുപേരും കൂടെ ബത്ലഹേം വരെ അങ്ങനെ നടന്ന് മുന്നോട്ട് പോയി. അപ്പം അവിടെ ചെന്നതായ സമയത്ത് നമ്മൾ ഓർക്കും, നവോമി പറയുന്ന വാക്കുകളൊക്കെ കേട്ടാൽ നമുക്ക് ഓർക്കും. നമുക്ക് 20 തൊട്ട് വായിക്കാം. ഇവൾ നവോമി എന്ന് സ്ത്രീജനം പറഞ്ഞു. അവൾ അവരോട് പറഞ്ഞു, നവോമി എന്നല്ല മാറ എന്നെ വിളിപ്പിൻ, സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കും. നിങ്ങൾ എന്നെ നവോമി എന്ന്. അപ്പം നമ്മൾ വിചാരിക്കും നിരാശയുടെ ഒരു വാക്കാണ്. കാരണം നവോമിയോ എന്ന് ചോദിച്ചാൽ അവരുടെ ഇളകി വന്ന് ഇവരെ ഉപദ്രവിച്ചു എന്നൊന്നും അർത്ഥമല്ല. ഇവളെ കണ്ടപ്പോ അത്രമാത്രം, അതായത് പിന്മാറ്റത്തിൽ പോയിട്ട് മടങ്ങി വരുമ്പോ അത് ഭയങ്കരമായിട്ടുള്ള ഒരു മാറ്റം മനുഷ്യരില് ഉണ്ടാകും. ഇത്രയും നല്ല ഒരിടത്ത് നമ്മൾ പിൻവാങ്ങി പോയതാണ്. അപ്പൊ അവള് മടങ്ങി വന്നത് കണ്ടിട്ട്, എന്നാല് നമുക്കറിയാം അവരവളെ ചേർത്ത് നിർത്തി. അവര് അവിടെ വന്നു, ആ രണ്ടുപേരും അവിടെ വന്നു. ഇനിയാണ് നമ്മൾ രൂത്തും നവോമിയും തമ്മിലുള്ള കുറച്ചുകൂടെ നല്ല കൃത്യമായ ബന്ധത്തെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പം നവോമി പ്രായമുള്ള ഒരാളാണ്. രൂത്തിനെ സംബന്ധിച്ച് അവളാണ് കുറച്ചുകൂടെ ചെറുപ്പം, അല്ലെ? അപ്പം അവള് 2:2 വായിക്കുന്നത് എന്താണ്? എന്നാൽ മൊവാബി സ്ത്രീയായ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. പൊയ്ക്കൊള്ളുക മകളെ എന്ന് അവൾ അവളോട് പറഞ്ഞു. നോക്കിയേ, അവര് തമ്മിലുള്ള ആ സ്നേഹവും കരുതലും എത്രമാത്രം അന്യോന്യം, അവര് തമ്മിൽ നല്ല. അപ്പം നമുക്കറിയാം അവര് തമ്മിൽ നോക്കിയേ, ഇത്രയും കിലോമീറ്ററുകൾ അവർ ഒന്നിച്ച് നടന്നു വന്നു. അവര് ഈ കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ച അറിവ് അവൾക്ക് എവിടുന്നായിരിക്കും കിട്ടിയത്? ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ചർച്ച ചെയ്തായിരിക്കും പോകുന്നത്. എത്ര ഹൃദ്യമായ ഒരു ബന്ധമാണ്. നമുക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമുക്ക് ഒരു മനുഷ്യരോടും ബന്ധത്തിൽ പ്രശ്നം വരേണ്ട ആവശ്യമില്ല. അവരെങ്ങനെയുള്ള മനുഷ്യരായിക്കൊള്ളട്ടെ. ഇവര് തമ്മിൽ നോക്കിയേ, എത്ര ഹൃദ്യമായ ഒരു ബന്ധമാണ്. അമ്മാവിയമ്മ മരുമകളല്ല, മകളെ എന്നാണ്. ഇതിനകത്ത് പല സ്ഥലങ്ങളിൽ നിങ്ങൾ വായിക്കുന്നു, എല്ലാവരും നമ്മൾ പല ആവർത്തി വായിച്ചിട്ടുള്ള പുസ്തകമാണ്. അപ്പോ രൂത്തിന് നവോമിക്ക് രൂത്തിനെയും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി. അവര് നല്ല ആശയവിനിമയമുള്ള ആളുകളായിരുന്നു, അല്ലെ? അപ്പൊ നമ്മൾ ആ 1:8 വാക്യം തൊട്ടൊക്കെ വായിക്കുമ്പോ അറിയാം അവര് തമ്മില് ആ 2 മരുമക്കളോട്. ഇനിയിപ്പോ നമുക്കറിയാം ഒന്നിലധികം മരുമക്കളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോ രണ്ടുപേരും ഇപ്പൊ നോക്കിയ ഓർപ്പയെ സംബന്ധിച്ച് രൂത്തിന്റെ അത്രയും വിശ്വാസമുള്ള ആളല്ലായിരുന്നു രൂത്ത് എന്നുള്ള. എന്നാൽ ആ ഓർപ്പയെ രണ്ടുപേരും ചുംബിച്ച് അവളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് 2-3 മരുമക്കളൊക്കെ, അധികം മക്കള് ഇപ്പൊ കുറവാണല്ലോ, എങ്കിലും വന്നാല് അവർ വ്യത്യസ്ത വീട് എവിടുന്ന് ആയിക്കോട്ടെ, എങ്ങനെ വന്നാലും നമ്മുടെ മകന് ചേരുന്ന ഒരു തുണയാണ്. നമ്മൾ ചിന്തിക്കണം,
ഇനി നമ്മൾ ഏറ്റവും അമ്മമാർ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? നമ്മളല്ലല്ലോ ഇനി അവരുടെ, അവർക്ക് നല്ലൊരു ആ വന്ന മകളാണ് നമ്മുടെ മകന്റെ ജീവിതത്തിന്റെ ഭാവി നിർണയിക്കുന്ന ആരാണ്? ആ വന്ന പെൺകുട്ടിയാണ്. ഞാൻ പറയണത് നമ്മുടെ മകനേക്കാൾ ഒരുപക്ഷെ നമ്മൾ അവർക്ക് സ്നേഹം കൊടുക്കണം. കാരണം ദൈവം അനുവദിച്ചാൽ നമുക്ക് കൊച്ചുമക്കളെ തരുന്ന, ആ മകനെ പരിപാലിക്കുന്ന, അവരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന. ഇപ്പൊ നമുക്കറിയാം, നമുക്കൊരു കുഞ്ഞുണ്ടായാൽ ഹന്ന ആ കുഞ്ഞിനെ കൊടുത്തതുപോലെ നമ്മുടെ ഉദരത്തിൽ ഒരു കുഞ്ഞുണ്ടാവുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം? കർത്താവെ, ഇവനെ കുറിച്ച് ദൈവം, എല്ലാവരും പ്രവാചകന്മാരും എല്ലാവരും അപ്പസ്തോലന്മാരും എല്ലാവരും മൂപ്പന്മാരും ഒന്നുമല്ല. കർത്താവിന്റെ സഭയിൽ അവർക്കൊരു ശുശ്രൂഷയുണ്ട്. അപ്പൊ നമ്മുടെ മകൻ ആ ശുശ്രൂഷ ചെയ്ത് അതിൽ വളർന്നു വരണമെങ്കിൽ നമ്മുടെ മകനിലുള്ള എല്ലാ ഇൻവെസ്റ്റ്മെന്റും നടത്താൻ വന്ന പെൺകുട്ടിയാണ് ആര്? അപ്പൊ ഈ നവോമി തന്റെ മരുമകളെ സ്വീകരിച്ചതുപോലെ വേണം മകളെ എന്ന് പറഞ്ഞ് നമുക്ക് സ്വീകരിക്കാനായിട്ട് കഴിയണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നല്ലൊരു ആത്മസ്ഥിതി വേണം. നമ്മൾ സദൃശ്യവാക്യങ്ങളിൽ വായിക്കുന്ന വാക്യമുണ്ട്, മനുഷ്യൻ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. നമ്മുടെ ഹൃദയം അത് രണ്ടുപേർക്കും വേണം. രൂത്തിനും നല്ലൊരു ഹൃദയം ഉണ്ടായിരുന്നു, നല്ലൊരു പ്യുവറായിട്ടുള്ള ഹൃദയം ഉണ്ടായിരുന്നു, നവോമിക്കും ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് നമുക്കതിനുള്ള സാധ്യതയല്ലേ സ്വർഗത്തിലെ ദൈവം തന്നേക്കണേ. അപ്പൊ നമ്മുടെ മക്കൾ, അപ്പൊ നമ്മൾ വിചാരിച്ചോണം ഈ വന്ന മകളാണ് നമ്മുടെ മകളെ നമുക്കൊരു മകളുണ്ടെങ്കിൽ നമ്മളത് വേറെ അയച്ചു അല്ലേ? നമുക്ക് വന്ന മകളാണിത്. ഇപ്പം രൂത്തും നവോമിയും കണ്ടോ, നമുക്ക് അവിടെ പറയുന്നത് എന്താണ്? അവളോട് ചോദിച്ചു, അവള് പ്രായമായ പെണ്ണാണ്, അവൾക്ക് അറിയാം, പൊക്കോട്ടെ എന്ന് ചോദിച്ചു, അവളത് അനുവദിച്ചു. പിന്നീട് നമ്മൾ വായിക്കുന്ന കാര്യം എന്താണ്? രൂത്തും നവോമിയും തമ്മിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന, രൂത്ത് 2:11 നമ്മൾ വായിക്കുന്നത്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവി അമ്മയ്ക്കും നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു. അപ്പോ രൂത്ത് ചോദിച്ചു, ഞാൻ പോയി വയലിൽ കറ്റ പെറുക്കട്ടെ എന്ന് ചോദിച്ചു, പൊക്കോളാൻ പറഞ്ഞു. അവള് ചെന്നെത്തിയത് അതാണ്. നല്ല ദൈവബന്ധമുള്ള മനുഷ്യരെ ദൈവം കരുതും. അവള് ചെന്നെത്തിയത് അവിടെയാണ്. ബോവസ് അവളെ കുറിച്ച് പറയുന്ന പ്രസ്താവനയാണ് നമ്മളിപ്പോഴ് വായിച്ചു കേട്ടത്. അപ്പം രൂത്ത് നവോമിയോട് ചെയ്ത വിശ്വസ്തതയും അവളോട് കാണിച്ച ദയൊക്കെയാണ് ബോവസിന് രൂത്തിനോടൊരു, അവളെ കാണുന്നവർക്ക് അവളോട് എന്ത് തോന്നും? ഒരു സ്നേഹം തോന്നും. അതാണ്. അപ്പൊ അതാണ് അവളോട് പ്രീതി തോന്നാനുള്ള കാരണം. അപ്പൊ ആ നല്ലൊരു ബന്ധമായിരുന്നു രൂത്തിന് നവോമിയോടുള്ളത്. നവോമി വിചാരിച്ചില്ല ഇനിയിപ്പം ഈ കൊച്ചെ എനിക്ക്, അതിനുശേഷം നമ്മൾ അതാണ് വായിക്കുന്നത്. മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോ എന്താണ്? അനന്തരം ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞ സമയമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പോയിന്റ്സ് മാത്രം വേഗം പറയുന്നത്. അനന്തരം അവളുടെ അമ്മാവിയമ്മ നവോമി അവളോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കണ്ടേ? ഓക്കെ, ഈ മകൾ എന്നാ എന്നെ സ്നേഹത്തോടെ അങ്ങനെ പോറ്റി പുലർത്തി നമുക്ക് സുഖമായിട്ട് അങ്ങ് ജീവിക്കാം എന്റെ മരണം വരെ. നവോമി അങ്ങനെ ചിന്തിച്ചില്ല. നമുക്ക് രണ്ടും ഒന്നിച്ച് അങ്ങനെ ചിന്തിച്ചു പോവാം. നവോമി എന്ത് ചെയ്തില്ല? അവളൊരു സ്വാർത്ഥി ആയിരുന്നില്ല. അവളുടെ ആഗ്രഹം എന്താണ്? ഈ അവൾക്കൊരു വിശ്രാമ സ്ഥലം വേണം. ഞാൻ പ്രായമായി വരുന്നു, അവളെ ഒരാളുടെ കയ്യില് ഏൽപ്പിക്കണം. മകളല്ലല്ലോ നവോമിയുടെ മരുമകളാണല്ലേ. അപ്പൊ നോക്കി അവര് തമ്മിലുള്ള ആ ഹൃദ്യമായ ബന്ധം അല്ലേ? അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, നിങ്ങളുടെ അമ്മാവി അമ്മയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്ത, അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് മരുമക്കൾ എന്നെ കേൾക്കുന്നവരൊന്ന് ഓർത്തു നോക്കി. അപ്പം സമൂഹത്തിൽ ചിലപ്പോൾ ഈ അമ്മാവി അമ്മയോട് അങ്ങനെ സ്നേഹത്തിലൊന്നും വയ്ക്കുമ്പോൾ വലിയ ആദരവൊന്നും കിട്ടില്ലായിരിക്കാം. പക്ഷേ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രശംസ കിട്ടുന്ന ഒരു കാര്യമാണ് അല്ലേ ആ അമ്മാവിയമ്മയ്ക്ക് വേണ്ടി ചെയ്തു നോക്കിയേ. അതിനുശേഷം രൂത്തിനോട് പറയാണ്, യഹോവയുടെ ചിറകിൻനിഴലിൽ 2:12, യഹോവയുടെ ചിറകിൻനിഴലിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് യഹോവ പൂർണ്ണ പ്രതിഫലം നൽകുമാറാകട്ടെ എന്നാണ് ബോവസ് അവളെ അനുഗ്രഹിക്കുന്നത്. അവൾ അത്രയും ആ ഒരു നല്ല സ്വഭാവത്തിന് ഉടമയായിരുന്നു. മാത്രമല്ല, ഇനി 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്താണ്? രൂത്ത് ബോവസ് അവരുടെ ഒരു വീണ്ടെടുപ്പുകാരനാണ്. അപ്പം അവള് മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, മകളെ, നീ ഇന്ന പോലെ നീ കുളിച്ച് ഇതായി അവിടെ പോയി ആ അന്നത്തെ സിസ്റ്റം അനുസരിച്ച് നീ ഇങ്ങനെ ചെയ്യണം. എനിക്കിതിനൊന്നും പറ്റില്ല എന്ന് അവള് പറഞ്ഞില്ല അല്ലെ. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവര് തമ്മിൽ ഒരു നല്ല ഹൃദയബന്ധമുണ്ട്. എന്റെ അമ്മ എനിക്ക് യോജിക്കാത്ത ഒരു കാര്യം എന്നോട് പറയില്ല. അതാണ് ആ ഹൃദയബന്ധം. അവർ തമ്മിൽ ആ നല്ലൊരു ബന്ധം അവർക്ക് കീപ്പപ്പ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പൊ അവൾ ആ ഉപദേശം എന്ത് ചെയ്തു?
സ്വീകരിച്ചു. ആ ഉപദേശം കൊടുത്തിട്ട് അവള് ആ ഉപദേശം അനുസരിച്ചു. അതുപോലെ തന്നെ ഈ നവോമി ആ ഉപദേശം കൊടുത്തു. അന്നേരം ബോവസ് പറഞ്ഞു, ഞാനല്ല വീണ്ടെടുപ്പുകാരൻ, വേറൊരാളുണ്ട്. അപ്പം നവോമി അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. അവിടെ ഒന്നും ചെയ്യാനായിട്ട് പോയില്ല. അപ്പൊ നവോമി മിക്കവാറും എന്ത് ചെയ്യുമായിരിക്കാം, അവൾ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഇനി ബോവസ് എന്ത് ചെയ്തോളും, ബാക്കി കാര്യങ്ങൾ ദൈവം അവനിലൂടെ ചെയ്യിക്കും. ആ ഒരു നല്ല ഒരു ആത്മവിശ്വാസം, ദൈവത്തിലുള്ള ഒരു ആത്മവിശ്വാസം നവോമിക്ക് ഉണ്ടായിരുന്നു. അവിടെ ഒരു ബഹളത്തിനും പോയില്ല. നമ്മൾ അങ്ങനെ കാണുന്നില്ല. ഇതൊരു സംഭാഷണങ്ങളുടെ പുസ്തകമാണ്. ഇതില് പറഞ്ഞിരിക്കുന്നതിൽ കൂടുതലും എന്താണ്, ഈ അമ്മാവിയമ്മയും മരുമകളും തമ്മിലുള്ള ഹൃദ്യമായ സംഭാഷണമാണ്. മാത്രമല്ല ഈ രൂത്തിന് അതിനുശേഷം വിവാഹം നടന്നു, അവർക്ക് മകനുണ്ടായി. അതിലേക്കെല്ലാം, സന്തോഷത്തിലേക്കെല്ലാം ആരെ വിളിച്ചു, ഈ അമ്മാവിയമ്മയെ മാറ്റി നിർത്തിയിട്ടല്ല. അല്ലെങ്കിൽ നവോമിക്ക് ഒരു മകൻ ജനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ ഈ നവോമിയുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാലും നവോമി അങ്ങനെ തന്നെയാണ് രൂത്തിനോട് ഇടപെട്ടത്, അല്ലെ? നവോമി രൂത്തിന് കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകി. രൂത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് ഒരിക്കലും ആര് ഭീഷണിയായിരുന്നില്ല, നവോമി ഒരു ഭീഷണിയായിരുന്നില്ല. 4:14 മുതൽ 17 വരെ എങ്ങനെയാണ് വായിക്കുമ്പോ, അപ്പം ഒരു സമ്മാനമാണ്. അതായത് രൂത്തിന്റെ ആ അനുഗ്രഹങ്ങൾ ഒരു നന്മയായിട്ട് ആരും എണ്ണി. അല്ലെങ്കിൽ നവോമിയുടെ ജീവിതത്തിൽ അസൂയയില്ലായിരുന്നു, കയ്പില്ലായിരുന്നു, നീരസമില്ലായിരുന്നു, ഇവയൊന്നുമില്ലായിരുന്നു. നല്ലൊരു ഹൃദയത്തിന് ഉടമയായിരുന്നു. അപ്പം ഞാന് ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളൊന്നും എടുത്ത് നമ്മൾ അങ്ങനെ സംസാരിച്ചില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ദൈവത്തിന്റെ വചനം കുടുംബങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് ഇപ്പൊ ഞാൻ പറയുന്നത്, ഇനി അമ്മാവിയമ്മമാരായിട്ട് ആകാൻ ഒരുങ്ങുന്നവരും മരുമക്കളാവാൻ ഒരുങ്ങുന്നവരും ഒക്കെ ഇങ്ങനെ ഈ രൂത്തിന്റെയും നവോമിയുടെയും ആ മാതൃക പോലെ അവര് തമ്മില് അവരുടെ ഒന്നാമത് നമ്മൾ എന്ത് വേണം, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമുക്ക് തോന്നും സഹോദരിമാരെ, 10-30 വർഷം കുടുംബജീവിതം എത്തിയപ്പോൾ നമ്മള് ദൈവവുമായിട്ട് നല്ല ബന്ധം, ഇപ്പം മക്കൾക്ക് നല്ല ജോലി കിട്ടി കാണും, നല്ല വീട് വെച്ച് കാണും, നല്ല കാറ് മേടിച്ച് കാണും. അപ്പം നമ്മുടെ ചിന്ത എന്നാണ്, ഞാൻ നല്ലൊരു ആത്മസ്ഥിതിയിലാണെന്ന് നമ്മൾ ചിന്തിച്ചു പോകരുത്. നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിക്കാനുള്ള ഒരു കാര്യം കണ്ടേക്കാം. പഴയ നിയമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, വിവാഹം കഴിച്ചാൽ, ഇപ്പം ഇസ്ഹാക്ക് വിവാഹം കഴിച്ച് സാറയുടെ കൂടാരത്തിലേക്കാണ് റെബേക്കയെ കൊണ്ടുപോയത്. അതുപോലെ തന്നെ ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന എന്താണ്, അവർക്കുണ്ടായിരുന്ന 7 മക്കൾ, ഓരോ മകനും താന്താന്റെ വീട്ടിൽ വിരുന്ന്, അപ്പൊ പെങ്ങന്മാരെയും വിളിച്ച്, അങ്ങനെ ഒരു നല്ല കുടുംബ ബന്ധം അതുണ്ടായിരുന്നു. അപ്പൊ ഈ കുടുംബ ബന്ധത്തിനെ ചുക്കാൻ പിടിക്കേണ്ട ആളുകളാണ് നമ്മൾ. അപ്പൊ അവരൊരു കുടുംബമാകുമ്പം അവരുടേതായിട്ടുള്ള അവരുടെ കാര്യങ്ങളിലേക്ക് അനാവശ്യമായിട്ട് ഇടപെടാനും, ആ പെൺകുട്ടി, ഇപ്പൊ നോക്കിയ രൂത്ത് പ്രായമായ ഒരു പെൺകുട്ടി, അവളുടെ ഒരു സ്വാതന്ത്ര്യത്തിലും ആരിടപെട്ടില്ല എന്ന ഉപദേശങ്ങൾ കൊടുത്തില്ലേ? അപ്പൊ നമ്മൾ അവരുടെ വീട്ടിൽ പോയി, ഇപ്പൊ നമ്മുടെ മക്കളൊക്കെ ചിലപ്പോൾ വേറെ വേറെ ആയിരിക്കും താമസിക്കുന്നത്, ഒന്നിച്ച് എവിടെ താമസിച്ചാലും നമുക്ക് ജീവിക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് മിക്കവാറും വേറെ ആയിരിക്കും. അവിടെ പോയിട്ട് നമ്മൾ അവർക്ക് ഉപദേശം കൊടുക്കാനും, അല്ലെ അവരുടെ വീട്ടിലേക്ക്, അത് അവരുടെ വീടാണ്, നമ്മുടെ മകന്റെ വീടാണ്. അവിടെ പോകുമ്പോൾ നമ്മൾ ചിന്തിച്ചോളണം, ഈ മരുമകൾക്ക് ഒരു അനിഷ്ടം ഉണ്ടായത് ആരെയാ ബാധിക്കുന്നത്, നമ്മൾ അങ്ങനെ ചിന്തിക്കണം. നമുക്ക് അതിനുള്ള ഒരു ആവശ്യമില്ല. കാരണം അങ്ങനെയൊന്നും നമ്മൾ പോകേണ്ട. അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 6 വർഷം അവിടെ താമസിച്ചപ്പോ, 6 വർഷം ആ വീട്ടിൽ താമസിച്ചപ്പോ ആ വീടിനോട് ചേർന്ന് അങ്ങനെ പോയി. അവിടെ വിശ്വാസ ജീവിതത്തിനോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിനോ ഒന്നും, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം കൃപ തന്നു. എവിടെ ജീവിക്കാനും ദൈവമാണ് നമുക്ക് കൃപ തരുന്നത്. നമ്മൾ മാറി താമസിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള നമുക്ക് കുറച്ചുകൂടെ വേറൊരു വ്യത്യസ്തമാണ്, നമ്മുടേതായ കുടുംബമാണ്. ഞാൻ വിചാരിക്കുന്നു വീടൊക്കെ മാറി താമസിക്കുമ്പോഴാണ് പുരുഷന്മാർക്ക് കൂടുതൽ ഉത്തരവാദിത്വം വരുന്നത്. അപ്പൊ അവരുടെ കുടുംബത്തെ, അല്ലാതെ ഒരു കുടുംബത്തിൽ 2 നാഥന്മാര് സാധിക്കില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, ദൈവം വെച്ചിരിക്കുന്ന ക്രമീകരണങ്ങളെ, ഒരു കുടുംബം രൂപപ്പെടുമ്പോൾ നമ്മൾ ഓർത്തോളണം. നമ്മളെ ഈ വഴക്കും ബുദ്ധിമുട്ടും, നമ്മളെ കൊരിന്ത്യലേഖനത്തിൽ വായിച്ച വാക്യാണ്, നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒന്ന് ക്ഷമിക്കണമെങ്കിൽ, ഒരു നഷ്ടം വന്നാൽ ഏറ്റുകൊള്ളാത്ത എന്താന്ന് കർത്താവ് ചോദിക്കണേ. ഈ രണ്ടുപേരും തമ്മിലൊരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കുക, ഒരു ക്ഷമ ചോദിക്കണമെങ്കിൽ ചോദിക്കണം, ഒരു നഷ്ടം വരുമെങ്കിൽ അത് സഹിക്കണം. ആ പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഒരിക്കലും അത് വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പൊ ആ പ്രശ്നത്തെ നമ്മൾ വെച്ചുകൊണ്ടിരുന്നാൽ എന്ത് പറ്റും, അത് അവിടെ ഇരുന്ന്. ഇപ്പൊ നമുക്ക് ചില വേദനകൾ, ദൈവം ഇപ്പൊ വേദനിക്കുമ്പോൾ ദൈവം എവിടെ എന്നുള്ള പുസ്തകത്തിൽ അതിനകത്തൊരു സ്പോർട്സ്മാന് അവനൊരു കാലിൽ ഒരു മുറിവ് പറ്റി, ബാഹ്യമായ മുറിവെല്ലാം ഉള്ളിലായിരുന്നു. അപ്പം ആ മുറിവിലേക്ക് കുറച്ച് വേദന അറിയാത്ത ഇതൊക്കെ അവരുടെ കളി ടീമാണല്ലോ,
അതിനു വേണ്ടിയിട്ട് അവന് പെട്ടെന്ന് നല്ല വേദന അറിയാത്ത സ്പ്രേ ഒക്കെ ചെയ്ത് പോയിട്ട് കളിച്ചു, കളിയൊക്കെ ചെയ്തു. പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പം ആ അവന്റെ ആ ശരീരഭാഗം തന്നെ അവിടെ പ്രശ്നം വന്നണം ഇല്ലാതെയായിപ്പോയി. അപ്പൊ നമുക്ക് പ്രയാസങ്ങൾ ദൈവം തരുമ്പോൾ നമ്മൾ പരിശോധിക്കണം, വിശ്രമിച്ച് സ്വസ്ഥമായി ഒന്ന് ആലോചിക്കണം. കർത്താവേ, ഇങ്ങനെ ഒരു പ്രശ്നം വന്നല്ലോ, എന്റെ ഭാഗത്തായിരിക്കുമല്ലോ ചിലപ്പോൾ മിസ്റ്റേക്ക്. ഞാൻ ചിലപ്പോൾ അനാവശ്യമായ കാര്യം പറഞ്ഞതായിരിക്കാം, അനാവശ്യമായതിലേക്ക് എത്തി നോക്കിയതായിരിക്കാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് മക്കളുണ്ടെങ്കിൽ അവര് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടായതായിരിക്കും. ഇങ്ങനെയൊന്നുള്ള പ്രശ്നത്തിന് ഇടവരാതെ നമ്മളൊരു കുടുംബം, ഇനിയിപ്പോ യോബിന്റെ പുസ്തകത്തിൽ ഞാൻ വായിക്കുമ്പോ നമ്മൾ 1-ാം അധ്യായത്തിൽ തന്നെ ആ മക്കള് ഇങ്ങനെ ഓരോ വീട്ടിൽ വിരുന്ന് കഴിച്ചിട്ട് വരുമ്പോ യോബ് എന്ത് ചെയ്യും? അവരവർക്ക് വേണ്ടി യാഗം കഴിക്കും. നമ്മള് ഒരുപാട് പ്രായമൊന്നും ആയാലും 1-2 മക്കളായി കഴിഞ്ഞാൽ നമ്മള് അപ്പൊ തന്നെ അവര് വിവാഹം കഴിച്ച് ഇനി എല്ലാ കാര്യം ആ മരുമകളും മോനും നോക്കട്ടെ എന്ന് പറഞ്ഞ് റിട്ടയർ ആയിരിക്കേണ്ട ആളുകളൊന്നും അല്ല. നമ്മള് ദൈവരാജ്യത്തിന് വേണ്ടി നമ്മളെ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി, സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മളും നമ്മുടെ ഭർത്താവും അവരുടെ മാതാപിതാക്കള്, അത് അവരുടെ കുടുംബം. നമുക്ക് ആ യോബിനെ പോലെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ സഹായിക്കണം, അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാം. ഇനിയിപ്പോ അവർക്ക് സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കാം. അവര് മാറി അവര് സ്വസ്ഥമായിട്ട് ജീവിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ കൈകടത്താനായിട്ട് നമ്മൾ പോകേണ്ട ആവശ്യം നമുക്കില്ല. നമ്മുടേതായിട്ടുള്ള ജീവിതം, നമ്മൾ നമ്മുടെ ഭർത്താവുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം നമ്മൾ കീപ്പപ്പ് ചെയ്യണം. ഇപ്പം യേശാവും അതുപോലെ തന്നെ യാക്കോബും റെബേക്കയും ഇസഹാക്കിന് സംഭവിച്ച കാര്യം എന്താണ്? അവര് തമ്മിലുണ്ടായ പ്രശ്നം കൊണ്ട് യേശാവിന്റെ കുടുംബം അങ്ങനെയായി അല്ലേ എന്ന് പറഞ്ഞ അങ്ങനെയല്ല. നമ്മുടെ മക്കളെ ഒരേപോലെ, പേരൻസ് മാതാപിതാക്കൾ ഒരേപോലെ അവരെ വളർത്തിക്കൊണ്ടുവരിക. അവരുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും വേണ്ടി നമ്മൾ ഒരേപോലെ നമുക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം നമ്മൾ ഒരുപോലെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വരേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറയുന്നത്, നമ്മള് ആ വിവാഹം മക്കൾ കഴിക്കുമ്പോഴല്ല അതിനു വേണ്ടി ഒരുങ്ങേണ്ടത്. നോക്കിയേ, നമ്മളെ ഒരു ആത്മസ്ഥിതി നമ്മൾ വളർന്നു വരികയാണെങ്കിൽ ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഒരു വലിയ പ്രയാസം കൂടാതെ നമ്മുടെ മക്കൾ വരുമ്പോൾ അവരെ സ്വീകരിക്കും. മരുമക്കൾ വരുമ്പോൾ നോക്കിയാൽ നിങ്ങൾ എപ്പോഴും, ഞാൻ അന്നേരം ഇങ്ങനെ ഇത് പഠിക്കാനൊക്കെ എടുത്തപ്പോഴാണ് കൂടുതൽ അത് വായിച്ചത്. ഇപ്പൊ മകളെ നവോമി വിളിക്കുന്നത് കേൾക്കുമ്പോ തന്നെ എന്താണ്, മകളെ എന്ന് പറയുമ്പോ തന്നെ ഒരു സുഖമില്ല അത് കേൾക്കാനായിട്ട്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഒരു കൊച്ചു വരുന്നു, അത് നമുക്കൊരു ഭാരമാണോ? അവളെ നമ്മുടെ കുഞ്ഞായിട്ട്, നമ്മുടെ മകളായിട്ട് സ്വീകരിക്കുക. അതുപോലെ തന്നെ പെൺകുട്ടികളും ചിന്തിക്കണം. നമ്മളിങ്ങനെ ഓടിച്ചാടി കളിച്ച് നമ്മൾ ആ ഒരു ചേഞ്ചിന് വേണ്ടിയൊക്കെ ഒരുങ്ങി പ്രാർത്ഥിച്ച് നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നേ. ഇനിയിപ്പൊ നമ്മൾ കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടില് 2-3 വർഷം താമസിക്കേണ്ടെന്നാ നിങ്ങൾ അത് അവിടെ നമുക്ക് ജീവിക്കാം. നമ്മുടെ ദൈവമല്ലേ നമ്മുടെ കൂടെ ഉള്ളേ. നമ്മുടെ ദൈവം നമുക്ക് കൃപ തരും. എന്റെ ജീവിതത്തിലെ അനുഭവത്തിൽ എന്ന് പറയാൻ പറ്റും, എല്ലാവരുമായിട്ടൊരു നല്ല ബന്ധം അന്ന് മുതൽ ഇന്ന് വരെ സൂക്ഷിക്കാനായിട്ട്, കൂടെ താമസിച്ചപ്പോഴും വേറെ അതൊക്കെ നമുക്ക് സാധിക്കും. നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് രൂത്തിന്റെയും നവോമിയുടെയും ജീവിതത്തില് അവർക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. പക്ഷെ അവർ സന്തോഷമായിട്ട് ജീവിച്ചു. അവരുടെ ആ പര്യവസാനം നോക്കി രൂത്ത് എവിടെ എത്തി. നമുക്ക് അങ്ങനെ ഒരു ലോങ് വ്യൂ വേണം. നമ്മൾ ക്രിസ്തു 2 പത്രോസ് 1-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ നമ്മുടെ പാപങ്ങളുടെ ശുദ്ധീകരണവും മറന്ന് നമ്മളെ വിളിച്ച ദൈവത്തിന്റെ ആ വിളിയെല്ലാം മറന്ന് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിലേക്ക് ഇൻവോൾവ് ആയിട്ടിരിക്കും. നമുക്ക് നഷ്ടപ്പെടുന്ന എന്തായിരിക്കും? നിത്യതയിലുള്ള വലിയ കാര്യങ്ങളാണ്. നമ്മള് കുഞ്ഞുങ്ങളെ വളർത്തി അവരുടെ കുടുംബമായി അവരും കർത്താവിനെ സേവിക്കുന്നു. നമുക്കും ശിഷ്ടകാലം ദൈവം തരുന്ന കൃപയ്ക്കത്തോളം നമ്മളും കർത്താവിനെ സേവിക്കുന്നു. രൂത്തിനും നവോമിക്കും കിട്ടിയ പ്രതിഫലം എന്താണ്? നമ്മൾ നവോമിയെ കുറിച്ചും രൂത്തിനെ കുറിച്ചും ഒന്നിച്ചാ പറയുന്നത്. രൂത്ത് യേശുക്രിസ്തുവിന്റെ വംശാവലിയില് വന്നു. അവളുടെ ജീവിതത്തിൽ അവളെടുത്ത ഒരു നല്ല തീരുമാനം, കർത്താവിനോട് ചേർന്ന് നയിക്കും. കർത്താവുമായിട്ട് അവൾക്കുണ്ടായിരുന്ന കൃത്യമായ ബന്ധം. സഹോദരിമാരെ, നമുക്കതാണ് വേണ്ടത്. ഞാൻ പറഞ്ഞ പ്രശ്നങ്ങളില്ലാതെ ഒരു ഇടമൊന്നുമില്ല. ഒരു പ്രശ്നം വന്നാൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു നവോമിയുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാൻ ഒരു പിന്മാറ്റം അല്ലെ ഒരു പ്രശ്നം വന്നു. അവൾ അവിടെ നിന്നിട്ട് അവൾ എന്ത് ചെയ്തു? ആ കൈപ്പായത് വന്നെങ്കിലും സർവശക്തനായിരിക്കുന്ന ദൈവം എനിക്ക് അത് നന്മയ്ക്കാക്കി തീർക്കും. അവൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ഞാൻ പറയുന്ന സഹോദരിമാരെ, നമ്മളും കർത്താവുമായിട്ട് നല്ല ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് ആരുമായിട്ട് നല്ല ബന്ധം, അത് നമ്മൾ ചർച്ചിലൊക്കെ പോകുന്നുണ്ടായിരിക്കാം, മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം, നമ്മൾ വളരെ ആക്റ്റീവ് ആയിരിക്കാം. പക്ഷെ നമ്മൾ ചിന്തിക്കണം, ഞാനും എന്റെ കർത്താവുമായിട്ടൊക്കെ നമ്മളൊരു മതപരമായ ചടങ്ങ് പോലെയാണോ? ഒരു ഇന്റിമസി കർത്താവുമായിട്ട് നല്ലൊരു ബന്ധം നമുക്കുണ്ടോ? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഓരോ നാൾ കഴിയും തോറും അപ്പൊ നമ്മുടെ ജീവിതം അങ്ങനെ അനുഗ്രഹിക്കപ്പെടും.
നമ്മുടെ മക്കളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ദൈവരാജ്യം, നമ്മുടെ കുടുംബം ദൈവരാജ്യത്തിന് പ്രയോജനമുള്ള ഒരു കുടുംബമായിട്ട് തീരും. അങ്ങനെ ഇനി അഥവാ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. കർത്താവ് ഒരിക്കലും നവോമി അങ്ങോട്ട് പിന്മാറ്റത്തിൽ പോയി, നവോമീനെ കർത്താവ് തള്ളിക്കളഞ്ഞു? നെവർ, ഒരിക്കലുമില്ല. നമ്മുടെ കർത്താവ് അങ്ങനെയില്ല, വളരെ കരുണയുള്ള ദൈവമാണ്. നവോമി എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, മരിച്ചവരോടും എന്നോടും കരുണ ചെയ്യുന്ന ദൈവം. നമ്മുടെ കർത്താവ് വളരെ കരുണയുള്ള കർത്താവാണ്. നമ്മളോട് കരുണ കാണിക്കുന്ന, നമ്മളെ ചേർത്ത് നിർത്തുന്ന, നമ്മൾ മാറി വന്നാൽ നമ്മളെ ഉൾക്കൊള്ളുന്ന ഒരു ദൈവമാണ്. അല്ലാതെ മാറി നിൽക്കുന്ന ഒരു കർത്താവല്ല നമ്മുടെ കർത്താവ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമുക്ക് ഇനി ഒരു പ്രശ്നമില്ലാതെ നമുക്ക് പുതിയ പുതിയ ബന്ധങ്ങളിലേക്ക് കടക്കാൻ സാധിക്കട്ടെ. ഇനി അഥവാ ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. സഹോദരന്മാരോടുള്ള നന്ദി പറയുന്നു. ദൈവത്തിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജാണ് നമ്മൾക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞത്. കർത്താവ് ഈ സമയം നമുക്ക് ധാരാളമായിട്ട് അനുഗ്രഹിച്ച് നൽകി. പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടൊക്കെ വളരെ സാധ്യതകളുണ്ട്. എന്നാൽ അതിനുള്ള പരിഹാരമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഒരു പുനഃക്രമീകരണം നമ്മൾ നടത്തേണ്ടവരാണെന്നുള്ള കാര്യങ്ങൾ കേട്ടു. മക്കളുടെ വിവാഹം ഒക്കെ ആകുമ്പോഴത്തേനും ഒരു ക്രമീകരണങ്ങളൊക്കെ വേണ്ട ക്രമീകരണങ്ങൾ നമ്മളോട് തന്നെ നമ്മളെ തന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം എത്രയധികമായിട്ട് വരുന്നോ അത്രയും പ്രശ്നങ്ങൾ കുറവായിരിക്കുന്നുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടു. ജെനുവിനായിട്ട് യാഥാർത്ഥ ബോധ്യത്തോടെ ബന്ധങ്ങളിൽ ഇടപെടണം. താല്പര്യങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ വ്യക്തമായി പറഞ്ഞ് യോഗ്യമായിട്ടുള്ള ബന്ധങ്ങൾ തിരഞ്ഞെടുത്ത് സ്നേഹവും ബഹുമാനവും ആർജിച്ചെടുക്കുന്നവരായിട്ട്, അത് പിടിച്ചെടുക്കാനായിട്ടുള്ള ശ്രമം നടത്താതെ ആർജിച്ചെടുക്കുന്നവരായിട്ട് തീരുവാനായിട്ട് ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടു. നവോമിയും രൂത്തും തമ്മിലുള്ള ആത്മബന്ധത്തെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമുക്കും നമ്മളുടെ കുടുംബങ്ങളില് ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്കും പെരുമാറുവാനായിട്ടൊക്കെ കഴിഞ്ഞാല്, ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം ഏറ്റവും വളർന്നുകൊണ്ടിരുന്നാല് നമുക്ക് അത് നമ്മളുടെ കുടുംബത്തെ എത്രയധികമായിട്ട് അനുഗ്രഹത്തിന് കാരണമാകും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ നമ്മൾക്ക് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ നമ്മളുടെ ജീവിതങ്ങൾ നമ്മൾ അതിൽ മുഴുകിയിരുന്ന് നമ്മളുടെ ജീവിതങ്ങൾ നശിപ്പിച്ച് കളയാതെ നമ്മൾക്ക് നല്ല ഹൃദയത്തിന് ഉടമകളായി കർത്താവിന് പ്രയോജനമുള്ള അവരായിട്ട് സഹോദരിമാരായിട്ട് ജീവിക്കാനായിട്ട് കഴിയും എന്നുള്ള ക്ലാസ് നമ്മൾ കേട്ടു. തന്ന സമയത്തെ ഏറ്റവും പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് നമ്മൾ ദൈവവചനവുമായിട്ട് നമ്മൾ ഏറ്റവും ചേർന്നിരിക്കുവാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അതുപോലെ മക്കളോടുള്ള അവരുടെ കാര്യങ്ങളിൽ നിന്നും ആവശ്യമില്ലാതെ ഇടപെട്ട് അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കി കൊടുക്കാതെ അവര് പറ്റിച്ചേരുന്നതിനും വിട്ട് ചേർന്ന് ഒന്നിച്ചാകുന്നതിനും ഒരു ശരീരമായിട്ട് അവർ ഭവനം കുടുംബത്തെ പണിതുയർത്തുന്നതിനും ഒക്കെ കൈത്താങ്ങലായിട്ട് കൈ കൊടുത്ത് നിൽക്കുവാനായിട്ട് നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കേട്ടു. വളരെ മനസ്സിലാക്കാനായിട്ട് എളുപ്പമുള്ള വിധത്തില് ദീന സഹോദരിക്ക് ക്ലാസ് നമുക്ക് പറഞ്ഞു തരുവാനായിട്ട്, മെസ്സേജ് നൽകുവാനായിട്ട് സാധിച്ചു. ദീന സഹോദരിയോട്ടുള്ള നന്ദി അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. കേട്ട മെസ്സേജുകൾ പ്രകാരം ജീവിതത്തിന് ഒരു രൂപാന്തരം വരാൻ, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ, ബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാക്കാൻ മുൻകൈ എടുക്കാനായിട്ട് കർത്താവിൽ തന്നെ ആശ്രയിക്കാം.